ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാറ്റഗറി സർവീസസ് ബൈ ആൻ അൺഇൻകോർപ്പറേറ്റഡ് ബോഡി ഓർ എ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി. അൺഇൻകോർപ്പറേറ്റഡ് ബോഡി ഓർ എ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകൾ, സൊസൈറ്റികൾ, ഓക്കെ, ഇപ്പോൾ സോഷ്യൽ ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ഓക്കെ, ഓരോ കൂട്ടായ്മകളുണ്ടല്ലോ. ഇവരൊക്കെ നമ്മളിപ്പോൾ ഇൻകം ടാക്സിലൊക്കെ നമ്മൾ AOP, BOI എന്നൊക്കെ പറയുന്നില്ലേ, ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സപ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു അൺഇൻകോർപ്പറേറ്റഡ് ബോഡി അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി എന്ന് മാത്രമല്ല, ഒരു സംഘടന അതിൻ്റെ അംഗങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം, ഒരു കൂട്ടായ്മ അതിൻ്റെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ, അല്ലെങ്കിൽ മെമ്പേഴ്സുമായി ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്ന സപ്ലൈയെ GST നിയമപ്രകാരം സപ്ലൈയായി കണക്കാക്കണമെന്നും അത്തരം ആക്ടിവിറ്റീസിൻ്റെ മേളിൽ GST വരണമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ എക്സംഷൻ പോയിൻറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. അതൊക്കെ സപ്ലൈ ആണെങ്കിൽ പോലും ചില സേവനങ്ങൾക്ക് എന്തുണ്ടാകും, എക്സംഷൻ ഉണ്ടാകും. സോ ഏതൊക്കെ സേവനങ്ങൾക്കാണ് എക്സംഷൻ ഉണ്ടാവുക, ഏതൊക്കെ സർവീസസിനാണ് ഇത്തരത്തിൽ എക്സംഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. സോ സർവീസസ് ബൈ ആൻ അൺഇൻകോർപ്പറേറ്റഡ് ബോഡി ഓർ എ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി. നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ് ടു ഇറ്റ്സ് ഓൺ മെമ്പേഴ്സ് ബൈ വേ ഓഫ് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ചാർജസ് ഓർ ഷെയർ ഓഫ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നത്, ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നത്. അത്തരം സേവനങ്ങൾ ചെയ്യുമ്പോൾ അത് സപ്ലൈ ആണ്, ഉറപ്പായിട്ട് സപ്ലൈ ആണ്. പക്ഷേ ദർ ഈസ് എക്സംഷൻ. എപ്പോഴൊക്കെയാണ് ഇവിടെ പറയുന്നത്, ആസ് എ ട്രേഡ് യൂണിയൻ, അതായത് ആ സ്ഥാപനം അല്ലെങ്കിൽ ആ അൺഇൻകോർപ്പറേറ്റഡ് ബോഡി അല്ലെങ്കിൽ ആ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ അവരാ ചെയ്ത സേവനം എന്തായിരിക്കും, എക്സംപ്റ്റഡ് ആണ്. ഇനി ഫോർ ദ പ്രൊവിഷൻ ഓഫ് ക്യാരിയിങ് ഔട്ട് എനി ആക്ടിവിറ്റി, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം, ഒരു സേവനം ചെയ്യുന്നു. ഫോർ ദ പ്രൊവിഷൻ ഓഫ് ക്യാരിയിങ് ഔട്ട് എനി ആക്ടിവിറ്റി വിച്ച് ഈസ് എക്സംപ്റ്റ് ഫ്രം ദി ലെവി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരൊരു സർവീസ്, ഈ അൺഇൻകോർപ്പറേറ്റഡ് ബോഡി അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി അതിൻ്റെ മെമ്പർക്കൊരു സർവീസ് ചെയ്തു. എന്ത് സർവീസാണ്, അല്ലെങ്കിൽ ആ സർവീസ് ചെയ്തത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ മെമ്പർക്ക് ഒരു എക്സംപ്റ്റഡ് സപ്ലൈ ചെയ്യണം. ആ മെമ്പർ ഒരു എക്സംപ്റ്റഡ് സപ്ലൈ ചെയ്യാൻ പോവാണ്. ആ എക്സംപ്റ്റഡ് സപ്ലൈയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സപ്ലൈ ആണ്, സർവീസാണ് ആര് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഈ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റിയാണ്, നമ്മൾ നമ്മുടെ മെമ്പർക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ നമ്മൾ കൊടുത്ത സർവീസ് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ പ്രൊവിഷൻ ഓഫ്, ഫോർ പ്രൊവൈഡിങ് ക്യാരിയിങ് ഔട്ട് എനി ആക്ടിവിറ്റി വിച്ച് ഈസ് എക്സംപ്റ്റ് ഫ്രം ദ ലെവി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതാണ് കാര്യം. ദെൻ അതുപോലെ തന്നെ ഇനി മറ്റ് സേവനങ്ങളാണെന്നുണ്ടെങ്കിൽ നോക്കൂ, അപ് ടു ആൻ എമൗണ്ട് ഓഫ് 7,500 പെർ മന്ത് പെർ മെമ്പർ. ഇനി ഒരു മെമ്പറിൽ നിന്ന് ഒരു മാസം 7,500 രൂപ വരെയാണ് അവർ മേടിക്കുന്നത്. ഫോർ സോഴ്സിങ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം എ തേർഡ് പേഴ്സൺ ഫോർ ദി കോമൺ യൂസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇപ്പോൾ ഈ പറയുന്ന നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി പുറത്തു നിന്ന് ഗുഡ്സോ സർവീസസോ മേടിച്ച് നമ്മുടെ സംഘടനയിലുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്യാണ്. എന്നിട്ട് ഓരോ മെമ്പറിൽ നിന്നും പ്രതിമാസം മേടിക്കുന്നത് എത്ര രൂപയാണ്, 7,500 രൂപ വരെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ആ വാങ്ങുന്ന കാശിൻ്റെ മേളിൽ എന്ത് വരില്ല, GST വരില്ല. സോ ഫോർ ദ കോമൺ യൂസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻ എ ഹൗസിംഗ് സൊസൈറ്റി ഓർ എ റെസിഡൻഷ്യൽ കോംപ്ലക്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരം നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ആരായിരിക്കണം, അതൊരു ഒരു ഹൗസിംഗ് സൊസൈറ്റിയോ ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സോ ആയിരിക്കണം. റെസിഡൻഷ്യൽ കോംപ്ലക്സ് അല്ലെങ്കിൽ നമ്മൾ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ഒരു റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അതിൻ്റെ മെമ്പറിൽ നിന്ന് പ്രതിമാസം 7,500 രൂപ വരെ കളക്ട് ചെയ്യുന്ന തുകയുടെ മേളിൽ എന്തില്ല, GST ഇല്ല. സോ 7,500 രൂപയ്ക്ക് മേളിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ മേളിൽ എന്ത് വരും, GST വരും. സോ അപ് ടു 7,500 നോ GST ഷാൽ ബി ലെവീഡ്. ഓക്കെ, ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് എന്ന് വെച്ചാൽ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുക, നിർബന്ധമായി നിയമപരമായി അടയ്ക്കേണ്ട തുകയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് സച്ച് ആസ് പ്രോപ്പർട്ടി ടാക്സ്, ഇലക്ട്രിസിറ്റി ചാർജസ് എക്സെട്ര forming part of the monthly maintenance bill raised by the society on its members would be excluded while computing the aforesaid monthly limit of 7,500. സോ ഈ 7,500 എന്ന് പറയുന്ന ലിമിറ്റ് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഈ പറയുന്ന പ്രോപ്പർട്ടി ടാക്സ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ആ പറയുന്ന സംഭവങ്ങളൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ 7,500 വരുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്. സോ അതാണ് ആ പറഞ്ഞ പോയിൻറ്റിൻ്റെ അർത്ഥം.
സർവീസസ്, 9th പോയിന്റ്, സർവീസസ് പ്രൊവൈഡഡ് ബൈ ആൻ അൺഇൻകോർപ്പറേറ്റഡ് ബോഡി ഓർ എ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി. അഗെയിൻ വീണ്ടും പറയാണ്, രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്, എൻഗേജ്ഡ് ഇൻ, നോക്കൂ, ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു വെൽഫെയർ ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഓർ അഗ്രികൾച്ചറൽ ലേബർ ഓർ ഫാമേഴ്സ്. സോ ആ പറയുന്ന സ്ഥാപനം, ആ പറയുന്ന നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ബെനിഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്? യെസ്, വെൽഫെയർ ഓഫ് ഇൻഡസ്ട്രിയൽ ഓർ അഗ്രികൾച്ചറൽ ലേബർ ഓർ ഫാമേഴ്സ്. അപ്പോൾ കർഷകരുടെയും അതുപോലെ തന്നെ ഈ ഫാക്ടറിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റികൾ, അതിലെ അതിനുവേണ്ടി ഫോം ചെയ്തിരിക്കുന്ന സൊസൈറ്റികളുടെ കാര്യമാണ് പറയുന്നത്. അത്തരം സൊസൈറ്റികൾ, അതിലെ അംഗങ്ങൾക്ക്, അതിൻ്റെ അംഗങ്ങളെന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഫാർമേഴ്സ് ആയിരിക്കും, അതുപോലെ തന്നെ ഈ പറയുന്ന തൊഴിലാളികളായിരിക്കും. അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ പൂർണ്ണമായും എക്സംപ്റ്റഡ് ആണ്. ഓർ പ്രൊമോഷൻ ഓഫ് ട്രേഡ്, കൊമേഴ്സ്, ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ആർട്ട്, സയൻസ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, സോഷ്യൽ വെൽഫെയർ, ചാരിറ്റബിൾ ആക്ടിവിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെൻഷൻ. നമ്മുടെ നാട്ടിലുള്ള ഈ സോഷ്യൽ ക്ലബ്ബുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ അവരൊക്കെ ഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഈ ആർട്ട്, സയൻസ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ അവരുടെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ എക്സംഷൻ ഉണ്ട്. പക്ഷേ കണ്ടീഷനാണ്, ടു ഇറ്റ്സ് ഓൺ മെമ്പേഴ്സ് എഗെയിൻസ്റ്റ് കൺസിഡറേഷൻ ഇൻ ദ ഫോം ഓഫ് മെമ്പർഷിപ്പ് ഫീ അപ് ടു ആൻ എമൗണ്ട് ഓഫ് 1000 പെർ മെമ്പർ പെർ ഇയർ. സോ ഒരു മെമ്പറിൽ നിന്ന് ഈടാക്കുന്നത് ഒരു വർഷം 1000 രൂപ വരെയാണെങ്കിൽ അതിൻ്റെ മേളിൽ എന്ത് വരില്ല? GST വരില്ല. അപ്പോൾ നമ്മൾ ആ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ളതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ഫാർമേഴ്സിന് വേണ്ടി ഫോം ചെയ്തതോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലേബറേഴ്സിന് വേണ്ടി ഫോം ചെയ്ത ഓർഗനൈസേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ അവരുടെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ 1000 രൂപ വരെ, ഒരു വർഷം 1000 രൂപ വരെ അതെന്തായിരിക്കുമെന്നാണ് പറയുന്നത്? ഇറ്റ് ഷാൽ ബി എക്സംപ്റ്റഡ്. അത് എക്സംപ്റ്റഡ് ആയിരിക്കും. അതാണ് ആ പറഞ്ഞ പോയിൻറ്റിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ചില സർക്കുലറുണ്ട്. ഈ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നമ്മൾ പറഞ്ഞല്ലോ, 7500 രൂപ പ്രതി മെമ്പറിൽ നിന്ന് 7500 രൂപ വരെ കളക്ട് ചെയ്യുന്നത് പെർ മെമ്പർ എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഈ പെർ മെമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ മെമ്പറുടെ അർത്ഥം? അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറയാം. ഇപ്പോൾ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇത് നമുക്ക് CA ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആണ്, CMA ഫൈനൽ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആണ്. CMA ഇൻ്റർമീഡിയറ്റ് ലെവലിലോ CS ഇൻ്റർമീഡിയറ്റ് ലെവലിലോ എക്സിക്യൂട്ടീവ് ലെവലിലോ ചോദിക്കണമെന്ന് നിർബന്ധമില്ല, എങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. യെസ്, നോക്കാം. ആർ ദി മെയിൻ്റനൻസ് ചാർജസ് പെയ്ഡ് ബൈ റെസിഡൻസ് ടു ദി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഇൻ എ ഹൗസിംഗ് സൊസൈറ്റി എക്സംപ്റ്റ് ഫ്രം GST, ആൻഡ് ഇഫ് യെസ്, ഈസ് ദെയർ ആൻ അപ്പർ ലിമിറ്റ് ഓൺ ദി എമൗണ്ട് ഓഫ് സച്ച് ചാർജസ് ഫോർ ദി എക്സംഷൻ അവൈലബിൾ? അപ്പോൾ അതൊരു ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനിൽ ഉൾപ്പെടുന്ന ഒരു മെമ്പർ ആ റെസിഡൻസ് അസോസിയേഷന് കൊടുക്കുന്ന പണത്തിന് എക്സംഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രയാണ് ആ ഉയർന്ന പരിധി? സപ്ലൈ ഓഫ് സർവീസ് ബൈ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ to its own members by way of reimbursement of charges or share of contribution up to an amount of 7,500 per month per member for providing services and goods for the common use of its members in a housing society or a residential complex are exempt from GST. So എത്രയാണ് അതിൻ്റെ ഉയർന്ന ലിമിറ്റ് എന്ന് പറയുന്നത്? 7500 പെർ മന്ത് പെർ മെമ്പർ വരെയാണ് ഇത് എക്സംപ്റ്റഡ് ആവുക. നമ്മൾ നേരത്തെ പോയിന്റിനകത്ത് കണ്ടത് തന്നെയാണ്. ദെൻ a residence welfare association has aggregate turnover of 20 lakh or less in a financial year. Is it required to take registration and pay GST on maintenance charge if the amount of such charge is more than 7,500 per month per member? അതായത് ഇപ്പോൾ ഒരു റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഒരു മെമ്പറിൽ നിന്ന് 7500 രൂപയ്ക്ക് മേളിൽ ഈടാക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആനുവൽ ടേൺ ഓവർ, ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലാഖോ അതിൽ താഴെയോ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് GST എക്സംഷൻ കിട്ടും. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഈ GST ലയബിലിറ്റിക്ക് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ചില അടിസ്ഥാനമായ ഇളവുണ്ട്. അതായത് GST രജിസ്ട്രേഷൻ എടുത്താലേ നമുക്ക് GST ലയബിലിറ്റി വരത്തുള്ളൂ. അപ്പോൾ വേറെ നമുക്ക് GST രജിസ്ട്രേഷൻ എടുക്കാൻ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ 22, 24 നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വേറെ 24 പെടുന്ന ഒരു ക്രൈറ്റീരിയയിലും ഈ പറയുന്ന കമ്പൽസറി അക്വിസിഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയക്കകത്തും നമ്മുടെ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഉൾപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ ടേൺ ഓവറിൻ്റെ ബേസിലായിരിക്കും അവരെന്ത് ചെയ്യേണ്ടി വരിക? രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരിക. അവരുടെ ടേൺ ഓവർ 20 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എന്നുണ്ടെങ്കിൽ
ഒരു GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. GST രജിസ്ട്രേഷൻ എടുക്കാൻ ആവശ്യമില്ലാത്ത ആൾ എന്ത് ടാക്സബിൾ സപ്ലൈ നടത്തിയിട്ടുണ്ടെങ്കിലും GST അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ 7500 രൂപയ്ക്ക് മേളിൽ മെമ്പറുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ പോലും ഇവർ GST രജിസ്ട്രേഷൻ എടുക്കാനുള്ള പരിധി ഇവർ ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്ക് ടാക്സ് ലയബിലിറ്റി വരില്ല. സോ അതാണ് ഉത്തരം നോ. ഇഫ് ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ ഡസ് നോട്ട് എക്സീഡ് 20 lakh in a financial year, 20 ലക്ഷം ക്രോസ് ചെയ്യുന്നില്ല, it shall not be required to take registration and to pay GST even if the amount of maintenance charge exceeds 7,500 per month per member. സോ അതാണ്. സോ അവർക്ക് 7500 മേളിൽ പോയാൽ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് ഏത് സാഹചര്യത്തിലാണ്? അവർക്ക് രജിസ്ട്രേഷനും കൂടി ഉള്ള കേസിലാണ്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. Is the Residents Welfare Association entitled to take ITC of GST paid on input and input service used by it for making supply of to its members and use such ITC for discharge of GST liability on such supply where the amount charged for such supply is more than 7,500 per month per member? ഇപ്പോൾ അവർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്, ഓക്കെ, 7500 രൂപയ്ക്ക് മേളിൽ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് GST ലയബിലിറ്റി വരുമോ? ഉറപ്പായിട്ടും വരും. അപ്പോൾ അടുത്ത ഒരു ചോദ്യം, ഇവർ ഈ GST കളക്ട് ചെയ്തെടുത്തു, അത് ആ കളക്ട് ചെയ്തെടുത്ത GST അവർക്ക് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയാണ്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് ഇൻപുട്ട് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്താ പറ്റാത്തത്? ഉറപ്പായിട്ടും പറ്റും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. സെക്ഷൻ 16(2)ലും 3ലും 4ലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെക്ഷൻ പൊതുവായി പറഞ്ഞാൽ സെക്ഷൻ 16, 17 അവർ പാലിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു അവകാശം അല്ല, ഒരു അവസരമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻസ് പാലിച്ചാൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. ഇവിടെ 7500 രൂപയ്ക്ക് മേളിൽ ടാക്സ് കളക്ട് ചെയ്താൽ അത് മുഴുവൻ സർക്കാരിലേക്ക് അടയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇൻപുട്ട് ടാക്സ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻസ് ആർ എൻറ്റൈറ്റിൽഡ് ടു ടേക്ക് ITC ഓഫ് GST പെയ്ഡ് ബൈ ദം ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻപുട്ട് സർവീസസ് സച്ച് ആസ് റിപ്പയർ മെയിൻ്റനൻസ് സർവീസ്. അവർക്ക് ക്രെഡിറ്റ് എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ദേ ആർ എലിജിബിൾ. മറ്റൊരു പോയിന്റ്, where a person owns 2 or more flat in the housing society or residential complex, whether the ceiling limit of 7,500 per month per member on maintenance or for exemption be available applied per residential apartment or per person. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു ചോദ്യത്തിൽപ്പെട്ട ഒന്നാണത്. സോ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് 2 ഫ്ലാറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ്, അതിനകത്ത് എനിക്ക് 2 ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ 2 ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ ഒരു മെമ്പറിൽ നിന്ന് 7500 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മെമ്പർ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റാണോ ഒരു മെമ്പർ, അതോ ഒരു അംഗമാണോ ഒരു മെമ്പർ? ആ വ്യക്തിയാണോ അവിടെ മെമ്പറായിട്ട് കണക്കാക്കുക? എന്നെയാണോ മെമ്പറായിട്ട് കണക്കാക്കുന്നത്, അതോ ഞാൻ ഓൺ ചെയ്യുന്ന ഫ്ലാറ്റിനെയാണോ അവിടെ മെമ്പറായിട്ട് കണക്കാക്കുക? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഫ്ലാറ്റിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റ്, ഒരു വലിയ കെട്ടിടത്തിൽ, ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിൽ അതിനകത്ത് 100 അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിൽ 2 എണ്ണം എൻ്റെതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മെമ്പർ എന്ന് പറയുന്നത് ആ ഓരോ അപ്പാർട്ട്മെൻറ്റും ആണോ മെമ്പർ, അതോ ഞാനാണോ മെമ്പർ? അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. ആസ് പെർ ജനറൽ ബിസിനസ് സെൻസ്, പൊതുവായിട്ടുള്ള ഒരു ബിസിനസ് സെൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എ പേഴ്സൺ ഹൂ ഓൺസ് 2 or more റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് ഇൻ എ ഹൗസിംഗ് സൊസൈറ്റി ഓർ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഷാൽ നോർമലി ബി എ മെമ്പർ ഓഫ് ദി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ for each of the residential apartment owned by him separately. The ceiling of 7,500 per month per member shall be applied separately for each residential apartment owned by him. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ ഓരോ അപ്പാർട്ട്മെൻറ്റിനെയുമാണ് അവിടെ എന്തായിട്ട് കണക്കാക്കുക? ഓരോ മെമ്പറായിട്ട് കണക്കാക്കുക. അങ്ങനെ വരുമ്പോൾ എനിക്കിപ്പോൾ 2 അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ട്? ഓരോ അപ്പാർട്ട്മെൻറ്റിനും 7500 രൂപ വെച്ച് എന്തുണ്ടാവും? എക്സംഷൻ ഉണ്ടാവും. ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റിന് ഞാൻ മന്ത്ലി 7500 കൊടുക്കുന്നുണ്ട്, രണ്ടാമത്തെ അപ്പാർട്ട്മെൻറ്റിന് 7000. അപ്പോൾ ആസ് എ പേഴ്സൺ ഞാൻ ഒരു മാസം 15000 കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് GST ഈടാക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് പോയിന്റ്. ഇതാ നോക്കിയേ. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ഓൺസ് 2 റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് ഇൻ എ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആൻഡ് പേയ്സ് 15,000 per month ആസ് മെയിൻ്റനൻസ് ചാർജ് ടുവേർഡ്സ് മെയിൻ്റനൻസ് ഓഫ് ഈച്ച് അപ്പാർട്ട്മെൻറ്റ് ടു ദി Residents Welfare Association, 7,500 per month in respect of each residential apartment. Exemption from GST shall be available to each apartment. ഓരോ അപ്പാർട്ട്മെൻറ്റിനുമാണ് നമുക്ക് എന്ത് കിട്ടുക? എക്സംഷൻ കിട്ടുക. ഇത് നമുക്ക് എക്സാമിനേഷന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. മറ്റൊരു പോയിന്റ്, ഹൗ
how should the Residents Welfare Association calculate GST payable where the maintenance charge exceeds 7,500 per month per member? Is the GST payable only on the amount exceeding 7,500 or the entire amount of maintenance charge? പക്ഷേ അതിൻ്റെ മറ്റൊരു മനോഹരമായ ചോദ്യമാണ്. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് 7,500 രൂപയ്ക്ക് മേളിൽ വാങ്ങുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 9,000 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് പ്രതിമാസം വാങ്ങുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ GST നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ആ 9,000 രൂപയ്ക്ക് മേളിലാണോ അതോ 7,500 മേളിൽ പോയ ആ എക്സസ് പോർഷൻ മാത്രമാണോ? ഇപ്പോൾ 9,000 മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സസ് എന്ന് പറയുന്നത് 1,500 സോ നമ്മൾ GST കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1,500 അതോ 9,000 അതിന് ഉത്തരം 9,000 അവിടെ ആ എക്സസ് പോർഷൻ അല്ല, എൻറ്റയർ 9,000 നമ്മൾ GST പേ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ദ എക്സംഷൻ ഫ്രം GST ഓൺ മെയിൻ്റനൻസ് ചാർജഡ് ബൈ Residents Welfare Association from residents is available only if such charge do not exceed 7,500 per month per member. In case the charge exceeds 7,500 per month per member, entire amount is taxable. Kando, entire amount is taxable. For example, if maintenance charge are നമ്മൾ പറഞ്ഞ example 9,000 per month ആണെന്നുണ്ടെങ്കിൽ per person ആണെന്നുണ്ടെങ്കിൽ per member ആണെങ്കിൽ GST at 18% shall be payable on the entire amount of 9,000. ഈ GST at 18% എന്ന് പറഞ്ഞു. ഇതെവിടെ നിന്നാണ് ഈ 18% വന്നത്? പൊതുവേ സർവീസുകളുടെ റേറ്റ് എല്ലാം 18ആണ്. വ്യത്യാസമുണ്ട്, 5% ഉള്ളതുകൊണ്ട് 12% ഉണ്ട്. മെജോറിറ്റി സർവീസുകൾക്ക് 18ആണ്. പക്ഷേ നമ്മുടെ ഇപ്പോൾ സിലബസിനകത്ത് നിങ്ങൾ ഓരോ സർവീസിൻ്റെ റേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്ലാസ്സിലൊന്നും നമ്മളത് പഠിച്ചിട്ടുമില്ല. ചില സർവീസുകളുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മളത് പഠിക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് റേറ്റ് 18 എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യം ഇല്ല. So GST shall be payable on the entire amount of 9,000 and not on what? 9,000 minus 7,500, that is 1,500. അപ്പോൾ 1,500 മേളിലല്ല, പകരം ആ എൻറ്റയർ 9,000 മേളിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? GST ലയബിലിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു തീർത്തത്. അൺഇൻകോർപ്പറേറ്റഡ് ബോഡി ഓർ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി. സോ ഈ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളെല്ലാം എക്സംപ്റ്റഡ് ആണോ? അങ്ങനെയല്ല. നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾക്കും GST ഉണ്ട്. പക്ഷേ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റികൾ ചെയ്യുന്ന ചില സേവനങ്ങൾ എക്സംപ്റ്റഡ് ആണ്. ലൈക്ക് ഇപ്പോൾ ഇവിടെ പറയുന്നത് സപ്ലയർ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്. ഇപ്പോൾ ആ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ഇനി ആ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, മറ്റേതൊരു സ്ഥാപനവും ആയിക്കൊള്ളട്ടെ, പക്ഷെ അവർ ആ ചെയ്തിരിക്കുന്ന സേവനം എന്ന് പറയുന്നത് ഒരു എക്സംപ്റ്റഡ്, ആ മെമ്പർക്ക് ഒരു സേവനം ചെയ്തു, ആ മെമ്പർ ആ സേവനം ഉപയോഗിച്ച് ഒരു എക്സംപ്റ്റഡ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സംപ്റ്റഡ് സപ്ലൈ ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ ചെയ്ത സേവനം എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. ഓക്കെ. പിന്നെ പറഞ്ഞത് എന്താണ്, നമ്മളൊരു റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അല്ലെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റി, റെസിഡൻഷ്യൽ വെൽഫെയർ കോംപ്ലക്സ്, അതിലെ മെമ്പർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം, മെമ്പറുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന തുക മാസം 7,500 രൂപ വരെ ആണെങ്കിൽ അതെന്താവും? എക്സംപ്റ്റഡ് ആകും. 7,500 രൂപയ്ക്ക് മേളിൽ പോയാൽ ആ എൻറ്റയർ എമൗണ്ടിൻ്റെ മേളിൽ എന്ത് വരുന്നുണ്ട്? GST വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ്, സർക്കുലറാണ്, GST സർക്കുലറാണ് നമ്മൾ 5 ചോദ്യങ്ങളായിട്ട് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മറ്റ് ചില നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി നമ്മൾ കണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇൻഡസ്ട്രിയൽ ലേബറേഴ്സിന് വേണ്ടി ഫോം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫാമേഴ്സിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, സൊസൈറ്റികൾ, അവരുടെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ, അതുപോലെ തന്നെ സ്പോർട്സ്, ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ, ഇതിൻ്റെയൊക്കെ ട്രേഡ്, ഇതിൻ്റെയൊക്കെ പ്രൊമോഷന് വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന സൊസൈറ്റികൾ, അതിലെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന കോൺട്രിബ്യൂഷൻ തുക പ്രതിവർഷം 1,000 രൂപ വരെയാണെങ്കിൽ അതിന് എക്സംഷൻ ഉണ്ട്. 1,000 രൂപയ്ക്ക് മേളിൽ പോയാലേ എന്ത് വരത്തുള്ളൂ? GST വരത്തുള്ളൂ. So that is the point. Okay. So നമ്മളിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ആൻഡ് ദെയർ എക്സംഷൻസ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ നമ്മുടെ 10ാമത്തെ സർവീസസ് പ്രൊവൈഡഡ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. സോ ഇത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ്. സോ ഇതൊരു റെസിപ്പിയൻ്റ് സ്പെസിഫിക് എക്സംഷനാണ്. സോ ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ് സെൻട്രൽ ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ എക്സംഷൻ കിട്ടത്തുള്ളൂ. സോ സർവീസസ് പ്രൊവൈഡഡ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മൾ എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചേഴ്സ്. സോ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോവുകയാണ്.
എങ്ങനെ കൊണ്ടുപോകുന്നു, അതിൻ്റെ മീഡിയം എന്താണ്, കൺവേയൻസ് എന്താണ്, വിത്ത് ഓർ വിത്തൗട്ട് അക്കമ്പനീഡ് ബിലോങ്ങിങ്സ്. ഓക്കെ, ഈ പാസഞ്ചേഴ്സിന് ബിലോങ്ങിങ്സ് അതായത് ബാഗ് ഉണ്ടാവാം, ഇല്ലായിരിക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ബൈ എയർ. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി നമ്മൾ പാസഞ്ചേഴ്സിനെ ത്രൂ എയർ ആണ് കൊണ്ടുപോകുന്നത്, അതായത് ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി എവിടെ നിന്നാണ് ഇവരെ കൊണ്ടുപോകുന്നത്, എംബാർക്കിംഗ് ഫ്രം, അതായത് ആ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓർ ടെർമിനേറ്റിംഗ് അറ്റ്, അല്ലെങ്കിൽ ആ ഫ്ലൈറ്റ് പോയി ഇറങ്ങുന്നത്. അപ്പോൾ ആ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പോയി ഇറങ്ങുന്നത് നോക്കൂ, അറ്റ് RCS എയർപോർട്ട്. എന്താണ് ഈ RCS എയർപോർട്ട്? RCSൻ്റെ ഫുൾ ഫോമാണ് റീജിയണൽ കണക്ടിവിറ്റി സ്കീം എയർപോർട്ട് എഗെയിൻസ്റ്റ് കൺസിഡറേഷൻ ഇൻ ദ ഫോം ഓഫ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. അതായത് കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ചെറിയ വിമാനത്താവളങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റീജിയണൽ കണക്ടിവിറ്റിയാണ്. റീജിയണൽ കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ റൂറൽ ഏരിയയിലുള്ള ഒരു സ്ഥലത്തെ മറ്റൊരു സ്ഥലവുമായി, പ്രധാന നഗരങ്ങളുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ആൾക്കാർക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റെയിൽ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്, റോഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു സ്പീഡായിട്ടുള്ള ഒരു യാത്രയാണല്ലോ, കമ്മ്യൂട്ടേഷൻ ആണല്ലോ. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ മോർ ദാൻ 460 എയർപോർട്ടുകളുണ്ട് എന്നാണ് കണക്ക്. ഒരുപക്ഷെ അതിലും കൂടുവാനാണ് സാധ്യത. ഞാൻ പറഞ്ഞതൊരു എക്സാക്റ്റ് കണക്കല്ല, മുമ്പ് ഞാനൊരു കണക്ക് കണ്ടിട്ടുള്ളതാണ്. 462 എയർപോർട്ട് എന്തോ ഉണ്ട് നിലവിലുണ്ട്. പക്ഷേ അത് കുറച്ച് നാളുകൾക്ക് മുന്നെയാണ്. ഇപ്പം മേ ബി ഒരു പക്ഷേ എണ്ണം കൂടിയിട്ടുണ്ടാകാം. ഇതെല്ലാം തന്നെ, ഈ പറയുന്ന എയർപോർട്ടുകളെല്ലാം തന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂട്ടേഷൻ ഉപയോഗിക്കുന്ന എയർപോർട്ടുകളല്ല. നമുക്ക് ആ എയർപോർട്ടുകളിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് പോകാനൊന്നും പറ്റത്തില്ല. കാരണം അത്തരം എയർപോർട്ടുകളിൽ നിന്ന് നമുക്ക് അവിടേക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒന്നും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അപ്പോൾ അത്തരം എയർപോർട്ടുകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിനൊരു പദ്ധതിയുണ്ട്. ഇതിൻ്റെ പേരാണ് ഉഡാൻ എന്നാണ്, UDAN, ഉഡേ ദേശ് കി ആം ആദ്മി നാഗരികോം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ഉഡാൻ പദ്ധതി എന്നാണ് പറയുക. ഉഡാൻ 1, ഉഡാൻ 2, ഉഡാൻ 3, ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്, ഒരു പദ്ധതിയാണ് ഉഡാൻ എന്ന് പറയും. ഉഡേ ദേശ് കി ആം ആദ്മി നാഗരികോം എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. ഇത് പ്രകാരം നമുക്ക് ഇതിൻ്റെ ഈ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത്തരം എയർപോർട്ടുകളിലൂടെ, ഈ റീജിയണൽ എയർപോർട്ടുകളിലൂടെ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഫ്ലൈറ്റ് യാത്ര സാധ്യമാകും. അപ്പോൾ അവിടേക്ക് ഫ്ലൈറ്റ് വരും, ചെറിയ ഫ്ലൈറ്റൊക്കെ ആയിരിക്കും, ഒരുപാട് ആൾക്കാർ കയറാൻ പറ്റുന്ന ഫ്ലൈറ്റൊന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഫ്ലൈറ്റ് യാത്ര സാധ്യമാകും. അപ്പോൾ ഈ കമ്പനികൾ എങ്ങനെയാണിത് മുതലാവുക? കമ്പനികൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും, പക്ഷേ ബാക്കി കാശ് പകുതി സബ്സിഡൈസ്ഡ് രീതിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കുറച്ച് കാശ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും, ബാക്കി കാശ് അവർക്ക് ആര് കൊടുക്കും? സെൻട്രൽ ഗവൺമെൻറ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഈ ഫ്ലൈറ്റ് കമ്പനികളോട് പറയാണ്, നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജനങ്ങളെ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. നിങ്ങൾക്ക് ആൾക്കാരിൽ നിന്ന് കാശ് മേടിക്കാം, പക്ഷേ കുറഞ്ഞ നിരക്കേ മേടിക്കാവൂ. അതൊക്കെ ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വിമാന കമ്പനികളുമായിട്ട് ചേർന്ന് റേറ്റ് എല്ലാം ഫിക്സ്ഡ് ആണ്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചിലവാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചാർജ് അതിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ആ എക്സ്ട്രാ കാശ് സെൻട്രൽ ഗവൺമെൻറ് ഈ വിമാന കമ്പനികൾക്ക് കൊടുക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, വിമാന കമ്പനികൾ ശരിക്കും അപ്പോൾ ആൾക്കാരെ കൊണ്ടുപോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന കാശിൻ്റെ മേളിൽ ദേ ഡോണ്ട് നീഡ് ടു പേ GST. അതിനവർക്ക് GST പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഈ ഒരു പോയിൻറ്റിൻ്റെ ഉദ്ദേശം. സോ ദേ ആർ പ്രൊവൈഡിങ്. അപ്പോൾ ആരാണ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ വിമാന കമ്പനികളാണ്. സോ ദേ ആർ പ്രൊവൈഡിങ് സർവീസ് ടു ഹൂം? സെൻട്രൽ ഗവൺമെൻറ്. എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ദേ ആർ ട്രാൻസ്പോർട്ടിങ് ദ പാസഞ്ചേഴ്സ്. ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുജനങ്ങളെയാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ നമ്മൾ കാശ് കൊടുക്കുന്നുമുണ്ട്. പക്ഷേ നമ്മൾ മുഴുവൻ കാശും കൊടുക്കുന്നില്ല. ബാക്കി കാശ് ആര് കൊടുക്കുന്നുണ്ട്? സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അവർ സഞ്ചരിച്ച ഓരോ പേഴ്സണെ ബേസ് ചെയ്ത് അവർ മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവരൊരു എമൗണ്ട് വരുന്നത്. ആ എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അതിന് എന്താണ്? GST ഇല്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഹൗവർ, എന്നിരുന്നാലും നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് എൻട്രി ഷാൽ അപ്ലൈ ഓൺ ഓർ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ പീരീഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ റീജിയണൽ കണക്ടിവിറ്റി സ്കീം എയർപോർട്ട്. പക്ഷേ ഇത് ആ റീജിയണൽ ഇപ്പം നമ്മളൊരു എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്ത ആ എയർപോർട്ടിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. വൺസ് നമ്മൾ ഈ എയർപോർട്ട് പ്രാവർത്തികമായി എയർപോർട്ട് ഓപ്പറേഷനായി 3 വർഷം കഴിഞ്ഞാൽ ഈ സ്കീം എന്ത് ചെയ്യും? അവസാനിക്കും.
പിന്നെ GST എക്സംഷൻ ഉണ്ടാവില്ല. അതിനർത്ഥം പിന്നീട് കാശ് ആര് കൊടുക്കില്ല എന്നായിരിക്കാം, ഗവൺമെൻറ് കൊടുക്കില്ല എന്നായിരിക്കാം. ദെൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീമിൻ്റെ എന്താണ് ഈ റീജിയണൽ കണക്ടിവിറ്റി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇറ്റ് ഇസ് എ സ്കീം, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് or stimulate regional air connectivity by making it affordable by supporting airline operators through concessions by central government or state government and airport operators to reduce the cost of airline operation on regional route or other support measures, and financial support to meet the gap, if any, between the cost of airline operation and the expected revenue on such a route. വൈബിലിറ്റി ഗ്യാപ്പ് ഇവിടെ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. അപ്പോൾ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ എയർലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരാളെ ഈ ഒരു റീജിയണൽ സ്കീം എയർപോർട്ടിൽ നിന്ന് മറ്റൊരു എയർപോർട്ടിലേക്ക് മറ്റൊരു സ്ഥലത്തേക്കോ കൊണ്ടെത്തിക്കുന്നതിന് എയർലൈൻ കമ്പനിക്ക് ഒരു ചിലവുണ്ടല്ലോ. അത് മുഴുവനായിട്ട് അവർ പാസഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നില്ല. അപ്പോൾ അവർ നഷ്ടത്തിലാണ് കൊണ്ടുപോകുന്നത്. ആ നഷ്ടം ആര് നികത്തുകയാണ്? സെൻട്രൽ ഗവൺമെൻറ് നികത്തുകയാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ആ പണത്തിൻ്റെ മേളിൽ അവരെന്ത് ഈടാക്കത്തില്ല എന്നുള്ളതാണ്, GST ഈടാക്കില്ല എന്നുള്ളതാണ്. നോക്കൂ, അണ്ടർ RCS the underserved airport in India are aimed to be connected to keep airport through flight that will cost 2,500 per hour flight. അപ്പോൾ ഒരു മണിക്കൂറിന് 2,500 രൂപ നിരക്കിലാണ് ഇവർ സാധാരണഗതിയിൽ ചാർജ് ഈടാക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇത്തരം യാത്രകൾക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതിന് ഒരു പക്ഷേ അവർ GST വാങ്ങുമായിരിക്കും. അതിന് എക്സംഷൻ ഒന്നുമില്ല, അവർ GST വാങ്ങും. പക്ഷേ യാത്രക്കാരിൽ നിന്ന് അവർ ഈടാക്കുന്ന ഫീസ്, അതിന് പുറമെയാണ് അവർ ആരിൽ നിന്ന് കാശ് വാങ്ങുന്നത്. അവർക്ക് കാശ് കിട്ടുന്നത് സെൻട്രൽ ഗവൺമെൻറ്. ആ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന കാശിന് എന്തില്ല എന്നാണ് പറഞ്ഞത്, GST ഇല്ല. സോ റീജിയണൽ കണക്ടിവിറ്റി സ്കീം എയർപോർട്ടുകളിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് ഫ്ലൈറ്റ് യാത്രകൾക്ക് GST ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നമ്മളിൽ നിന്ന് ഈടാക്കുന്ന ഫീസിന് എന്തുണ്ട്, ചാർജിന് GST ഉണ്ട്. പക്ഷേ ഒരാളെ കൊണ്ടുപോയതിന് ഫ്ലൈറ്റ് കമ്പനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ഒരു എമൗണ്ട് കൊടുക്കും. ആ കൊടുക്കുന്ന തുകയുടെ മേളിൽ എന്തില്ല, GST ഇല്ല. സോ അതാണ് ആ പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം. നെക്സ്റ്റ് അടുത്ത പോയിന്റ് വീണ്ടും നമുക്ക് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പോയിന്റാണ്. ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചേഴ്സ് വിത്ത് ഓർ വിത്തൗട്ട് അക്കമ്പനീഡ് ബിലോങ്ങിങ്സ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു സ്പെസിഫിക് സർവീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്സംഷനാണ്. എങ്ങനെയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ബൈ എയർ. അപ്പോൾ വീണ്ടും ഫ്ലൈറ്റ് യാത്രയെ പറ്റിയാണ് പറയുന്നത്. സോ ഫ്ലൈറ്റ് യാത്രയ്ക്ക് GST ഇല്ല എന്നാണ് പറയുന്നത്. നോക്കൂ, എയർ ഇൻ എക്കോണമി ക്ലാസ്. പക്ഷേ എക്സംഷൻ കിട്ടണമെങ്കിൽ ആ ഫ്ലൈറ്റ് യാത്ര എങ്ങനെയായിരിക്കണം? എക്കോണമി ക്ലാസ്സിലായിരിക്കണം. ഇപ്പോൾ ഫ്ലൈറ്റിൽ തന്നെ എക്കോണമി ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ബിസിനസ് ക്ലാസ് ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, അറിയുമായിരിക്കും. അതിൽ എക്കോണമി ക്ലാസ് യാത്രകൾ കാണുന്നുണ്ടെങ്കിൽ എന്തില്ല, GST ഇല്ല, കഴിഞ്ഞിട്ടില്ല. എംബാർക്കിംഗ് ഫ്രം ഓർ ടെർമിനേറ്റിംഗ് ഇൻ ആൻ എയർപോർട്ട് ലൊക്കേറ്റഡ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം ഓർ ത്രിപുര. അപ്പോൾ നോർത്ത് ഈസ്റ്റിലുള്ള 8 സംസ്ഥാനങ്ങളെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്, സിക്കിം ഉൾപ്പെടെയുള്ള 8 സംസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മളൊരു യാത്ര, ഒരു എയർലൈൻ കമ്പനി എന്ത് ചെയ്യുകയാണ്, ഒരു പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അത് ആർക്ക്, എവിടെ നിന്ന് എങ്ങോട്ടാണ്? പാസഞ്ചേഴ്സിന് എവിടെ നിന്ന് എങ്ങോട്ടാണ്? നോക്കൂ, ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലുള്ള 8 സംസ്ഥാനങ്ങളിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നതെങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് ഈ 8 സംസ്ഥാനങ്ങളിൽ പോയി അവസാനിക്കുന്ന യാത്രയാണെങ്കിലോ അതിന് GST എക്സംഷൻ ഉണ്ടായിരിക്കും. എന്ന് മാത്രമല്ല, ഓററ്റ് ബാഗ്ദോഗ്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇത് വെസ്റ്റ് ബംഗാളിൽ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടേക്ക് പോകുന്ന യാത്രയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള യാത്രയാണെങ്കിലും ഇവിടേക്കുള്ള യാത്രയാണെങ്കിലും ആ യാത്രയുടെ യാത്രാ ടിക്കറ്റിൻ്റെ മേളിലും എന്തുണ്ടാവുകയില്ല, GST ഉണ്ടാവുകയില്ല. സോ അതാണ്. സോ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസുകൾക്ക്, അതും എയർലൈൻ വഴിയുള്ള പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസുകൾക്ക് GST എക്സംഷൻ ഉണ്ട്, പ്രൊവൈഡഡ് നിങ്ങൾ കയറുന്നതോ അല്ലെങ്കിൽ ഇറങ്ങുന്നതോ ഈ പറയുന്ന സ്ഥലങ്ങളിലെ എയർപോർട്ടിലാണ് എന്നുണ്ടെങ്കിൽ. അത് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു RCS എയർപോർട്ട് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇൻ്റർനാഷണൽ എയർപോർട്ട് വേണമെങ്കിലും ആകാം. അതിന് GST വരില്ല. നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശിന് they won't collect GST. They don't need to pay GST towards the government for such service provided by them. ഓക്കെ, സോ അതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി വീണ്ടും പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ് 2. ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചേഴ്സ് വിത്ത് ഓർ വിത്തൗട്ട് അക്കമ്പനീഡ് ബിലോങ്ങിങ്സ് ബൈ, എങ്ങനെയാണ്? ബൈ നോൺ എയർ കണ്ടീഷൻഡ് കോൺട്രാക്റ്റ് കാരേജ്. അതായത് AC ഇല്ലാത്ത നോൺ AC കോൺട്രാക്റ്റ് കാരേജ്. ഈ കോൺട്രാക്റ്റ് കാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വിളിച്ച് പോകാറില്ലേ,
ഇപ്പോൾ ടാക്സി വിളിച്ച് പോകാറുണ്ട്, അത് കോൺട്രാക്റ്റ് കാരേജ് ആണ്. നമ്മൾ ടൂറിസ്റ്റ് ബസ് വിളിച്ച് പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ പിക്നിക് ടൂർ പോകുന്നതായിക്കോട്ടെ, നമ്മളൊരു ഫംഗ്ഷന് വേണ്ടി പോകുന്നതായിക്കോട്ടെ, പല പല പരിപാടികൾക്കൊക്കെ നമ്മൾ വണ്ടി വിളിച്ച് പോകാറില്ലേ, ഇതിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് കാരേജ് എന്ന് പറയുന്നത്. നോൺ എ സി ആണെന്നുണ്ടെങ്കിൽ അത്തരം യാത്രകൾക്ക് GST ബാധകമല്ല. അപ്പോൾ നമ്മളൊരു വിവാഹത്തിന് പോവുകയാണ്, അപ്പോൾ ദൂര സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, വീടിനടുത്തുള്ള ഒരു ടൂറിസ്റ്റ് ബസ് ബുക്ക് ചെയ്യുന്നു. അത് നോൺ എ സി ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോൺട്രാക്റ്റ് കാരേജ് എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യമനുസരിച്ച് പോവും. നമ്മൾ പറയുന്നിടത്ത് നിർത്തും, ഓക്കെ. നമ്മൾ നിർത്താൻ പറഞ്ഞില്ലെങ്കിൽ അത് നിർത്തത്തില്ല, ഓക്കെ. അപ്പോൾ നമ്മുടെ നിർദ്ദേശം അനുസരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ അവരെ വിളിച്ച് കൊണ്ടുപോകും. ഇതിനെയാണ് കോൺട്രാക്ട്. അതിപ്പോൾ ബസ്സാകാം, വാനാകാം, ഓക്കെ, ട്രക്കല്ല, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണല്ലോ. അപ്പോൾ വാനാകാം, ബസ്സാകാം, കാറാകാം, മോട്ടോർ ക്യാബാകാം, എന്ത് വേണമെങ്കിലും ആകാം, മാക്സി ക്യാബാകാം, ചെറിയ വാൻ ഉണ്ടല്ലോ അതാകാം, ഇതൊക്കെ ആകാം. സോ നോൺ എയർ കണ്ടീഷൻഡ് കോൺട്രാക്റ്റ് കാരേജ് ബട്ട് അതർ ദാൻ റേഡിയോ ടാക്സി. റേഡിയോ ടാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ടെലികോളിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെലികോളിങ്ങിലൂടെ നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ നമുക്ക് ഡ്രൈവറെ അയച്ചു തരുന്ന പരിപാടിയുണ്ട്. ഇതാണ് നമുക്ക് റേഡിയോ ടാക്സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓക്കെ. മാത്രവുമല്ല അത് കൺട്രോൾഡ് ആയിരിക്കും. വണ്ടി എവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് ഒരു സെൻട്രലൈസ്ഡ് ഓഫീസിൽ നിന്ന് they could watch it and they could control it. So അതാണ് റേഡിയോ ടാക്സി എന്ന് പറയുന്ന സംവിധാനം. സോ ഇത് റേഡിയോ ടാക്സി ആണെന്നുണ്ടെങ്കിൽ അത് നോൺ എ സി ആണെങ്കിലും ഈ ഒരു എക്സംഷൻ ഉണ്ടാവത്തില്ല. പക്ഷേ അതല്ലാതെ ഉള്ള നോൺ എ സി കോൺട്രാക്റ്റ് കാരേജുകൾക്ക് ഈ ഒരു GST എക്സംഷൻ ഉണ്ടായിരിക്കും. ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് എക്സ്ക്ലൂഡിംഗ് ടൂറിസം കണ്ടക്റ്റഡ് ടൂർ ചാർട്ടർ ഓർ ഹയർ. അപ്പോൾ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണ്, ബട്ട് എക്സ്ക്ലൂഡിംഗ് ടൂറിസം ആകാൻ പാടില്ല. കണ്ടക്റ്റഡ് ടൂർ ഓർ ചാർട്ടർ ഓർ ഹയർ ഓർ അതുപോലെ തന്നെ എന്താണ് സ്റ്റേജ് കാരേജ് അതർ ദാൻ എയർ കണ്ടീഷൻഡ് സ്റ്റേജ് കാരേജ്. സ്റ്റേജ് കാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബസ് കോൺട്രാക്റ്റ്, അതും ബസ് തന്നെയാണ്. ബസ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ KSRTC ഒരു സ്റ്റേജ് കാരേജ് ആണ്. അതായത് അത് ഒരു ഫിക്സ്ഡ് റൂട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനമാണ്. നമ്മളത് ഒരിടത്തു നിന്ന് കയറി മറ്റൊരിടത്തു നിന്ന് ഇറങ്ങുന്നു. അവിടെ നമ്മുടെ നിർദ്ദേശം അനുസരിച്ചല്ല അത് യാത്ര ചെയ്ത്, അതൊരു പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള റൂട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് കയറുന്നു, ഇറങ്ങുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇത്തരം വാഹനങ്ങളെയാണ് നമ്മൾ സ്റ്റേജ് കാരേജ് എന്ന് പറയുന്നത്. നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ആവട്ടെ, ഫാസ്റ്റ് പാസഞ്ചർ ആവട്ടെ, നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകളാവട്ടെ, ലോക്കൽ ഓർഡിനറി ബസ്സുകളാവട്ടെ, ഇതെല്ലാം സ്റ്റേജ് കാരേജുകളാണ്. ഇതിനെല്ലാം തന്നെ എക്സംഷൻ ഉണ്ടാകും. പക്ഷേ എയർ കണ്ടീഷൻഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ KSRTCയിൽ തന്നെ എന്താണ് എയർ കണ്ടീഷൻഡ് ബസ്സില്ലേ, ഇപ്പോൾ മറ്റേ AC ലോ ഫ്ലോർ ബസ് ഉണ്ടല്ലോ, അതിന് GST ഉണ്ട്. അല്ലാതെ തന്നെ ഇപ്പോൾ ഗരുഡയോ ഗജരാജ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ബസ്സുകളില്ലേ, ഇതെല്ലാം AC ആണ്. AC ബസ്സുകളാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പർ ബസ്സൊക്കെ ഉണ്ടല്ലോ AC, ഇതിനെല്ലാം തന്നെ എന്തുണ്ടാകും, ടാക്സബിൾ GST ബാധകമായിരിക്കും. സോ ഇതാണ് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് കണ്ടെയ്ൻഡ് in item B and C above shall apply to services supplied through an electronic commerce operator and notified under 9(5) of CGST Act 2017. അപ്പോൾ ഈ മേളിൽ പറഞ്ഞ ബിയും സി നോൺ എയർ കണ്ടീഷൻഡ് കോൺട്രാക്റ്റ് കാരേജും അതുപോലെ തന്നെ നോൺ എയർ കണ്ടീഷൻഡ് സ്റ്റേജ് കാരേജും നമ്മൾ ഈ രണ്ട് സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററുടെ സഹായത്താലാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത്തരം സർവീസുകൾ നമുക്ക് ലഭിച്ചത് ഒരു എന്താണ് ECO വഴിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, ഇത്തരം സർവീസ് ലഭിക്കുന്നതെങ്കിൽ അതിന് GST ബാധകമാണ്. നമ്മൾ ഓൾറെഡി 9(5) നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചാർജബിലിറ്റിയിൽ. ഇത്തരം സർവീസുകളിൽ ലൈബിലിറ്റി വരുന്നത് അത്തരം ECOയ്ക്ക് തന്നെ ആയിരിക്കുമെന്ന് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് ടാക്സബിൾ ആകും എന്നുള്ളതാണ്. യെസ്. പിന്നെ ഇവിടെ എന്താണ് ഈ റേഡിയോ ടാക്സി എന്നുള്ള മീനിങ് കൊടുത്തിട്ടുണ്ട്. റേഡിയോ ടാക്സി ഞാൻ ഓൾറെഡി പറഞ്ഞു, മീൻസ് എ ടാക്സി including a radio cab by whatever name called, which is in two-way radio communication with a central control office and enabled for tracking using GPS, global position system, or GPRS, general packet radio service. സ്റ്റേജ് കാരേജിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ മോട്ടോർ വെഹിക്കിൾ തന്നെയാണ്, കൺസ്ട്രക്റ്റഡ് അഡാപ്റ്റഡ് ടു ക്യാരി മോർ ദാൻ 6 passengers, അതായത് സാധാ ബസ്, എക്സ്ക്ലൂഡിംഗ് ഡ്രൈവർ ഫോർ ഹയർ ഓർ റിവാർഡ് സെപ്പറേറ്റ് ഫെയർ പെയ്ഡ് ബൈ ഓർ ഇൻഡിവിജ്വൽ പാസഞ്ചർ എയ്തർ ഫോർ ദ ഹോൾ ജേർണി ഓർ സ്റ്റേജസ് ഓഫ് ദി ജേർണി. കോൺട്രാക്റ്റ് കാരേജ് ഞാൻ നേരത്തെ പറഞ്ഞു. കോൺട്രാക്റ്റ് കാരേജിൻ്റെ അർത്ഥവും എന്ത് തന്നെയാണ്, നമ്മൾ വിളിക്കുന്ന വണ്ടിയാണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന വണ്ടിയാണ് എന്തെന്ന് പറയുന്നത് കോൺട്രാക്റ്റ് കാരേജ്. അതിനകത്ത് ഡ്രൈവർ ഉണ്ടാകും, നമുക്ക് വേണ്ടി അദ്ദേഹം വണ്ടി ഓടുന്നുണ്ടാകും,
നമ്മൾ പറയുന്ന സ്ഥലത്ത് നിർത്തുന്നുണ്ടാവും. നമ്മുടെ നിർദ്ദേശം അനുസരിച്ച് പോകുന്നതുകൊണ്ടാണ് അതിനെ കോൺട്രാക്ട് കാരേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സ്റ്റേജ് കാരേജ്. യെസ്. എക്സാമ്പിൾ നോക്ക്. സുബ്രതോ ഹാസ് ഹയർഡ് എ നോൺ എയർ കണ്ടീഷൻഡ് ബസ്. സോ ഒരു നോൺ AC ബസ്സാണ് ഇയാൾ ഹയർ ചെയ്തിരിക്കുന്നത്. ഫ്രം മോഹിത് ട്രാവൽസ് ഫോർ ഓർഗനൈസിങ് എ റിലീജിയസ് ടൂർ ഫ്രം ഡൽഹി ടു ജയ്പൂർ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ജയ്പൂർ വരെ ഒരു റിലീജിയസ് ടൂർ പോകാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വണ്ടി വിളിച്ചത്. ഇതൊരു നോൺ AC വണ്ടി ബസ്സാണ് വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് എക്സംപ്റ്റഡ് ആയിരിക്കും അല്ലേ. ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചേഴ്സ് ബൈ നോൺ എയർ കണ്ടീഷൻഡ് കോൺട്രാക്ട് കാരേജ് ആർ എക്സംപ്റ്റ് ഫ്രം GST. പക്ഷേ ഹൗവർ സെറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ഫോർ ടൂറിസം പർപ്പസ് ഈസ് എക്സ്ക്ലൂഡഡ് ദെയർഫോർ. പക്ഷേ ഇത് ടൂറിസം പർപ്പസിനായിരുന്നുവെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്തേനെ. യെസ്, ദെയർഫോർ സച്ച് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ആർ ടാക്സബിൾ. അപ്പോൾ ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവരത് ഉപയോഗിക്കുന്നതെങ്കിൽ, വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ടാണത്, വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ടാക്സബിലിറ്റി വരും. അല്ലാത്ത പർപ്പസ്, ഇതുപോലുള്ള റിലീജിയസ് ടൂറ് അല്ലെങ്കിൽ സോഷ്യൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അതിന് എക്സംഷൻ ഉണ്ടായിരിക്കും. ദെൻ നോൺ എയർ കണ്ടീഷൻഡ് ബസ്സസ് ആർ ബീങ് ഓപ്പറേറ്റഡ് ബൈ State Transport Corporation for carrying passengers within the state. The passengers are being picked and dropped from various points by using individual ticket to the pass. Such services provided by said state transport are exempt from GST. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജ് കാരേജിൻ്റെ കൺസെപ്റ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സേവനമാണ്. സോ അതുകൊണ്ട് അതിനൊക്കെ തന്നെ എന്തുണ്ട്, എക്സംഷൻ ഉണ്ടായിരിക്കും. നോൺ AC ആയിരിക്കണം എന്നുള്ള കണ്ടീഷനേ ഉള്ളൂ. ദെൻ ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് ഹയറിംഗ് ഓഫ് വെഹിക്കിൾ. ദെൻ ഒരു CBSEയുടെ ഒരു സർക്കുലറാണ്. അതിൻ്റെ ചില ക്ലാരിഫിക്കേഷൻസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് ഹയറിംഗ് ഓഫ് വെഹിക്കിൾ ബൈ ഫേം ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദർ എംപ്ലോയി ടു ആൻഡ് ഫ്രം വർക്ക്. ഈ കമ്പനികൾ അല്ലെങ്കിൽ ഫേംസ് എന്ത് ചെയ്യുന്നുണ്ട്, വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നുണ്ട് അവരുടെ എംപ്ലോയീസിനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും. ഓക്കെ, വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാനും തിരികെ കൊണ്ടാക്കാനും ഇവർ വാഹനം വാടകയ്ക്ക് എടുത്താൽ അതിന് എക്സംഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചേഴ്സ് വിത്ത് ഓർ വിത്തൗട്ട് അക്കമ്പനിഡ് ബിലോങ്ങിങ് ബൈ ആൻഡ് നോൺ എയർ കണ്ടീഷൻഡ് കോൺട്രാക്ട് കാരേജ്. സ്വാഭാവികമായി ഇവരെ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് വണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്ട് കാരേജായി മാറും. മാത്രവുമല്ല അതിന് എന്തുണ്ട്, അതർ ദാൻ റേഡിയോ ടാക്സി ആണെന്നുണ്ടെങ്കിൽ, മാത്രമല്ല എംപ്ലോയീസിനെ കൊണ്ടുപോകാനല്ലോ, ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ടല്ലല്ലോ. സോ അതുകൊണ്ട് അതിന് സ്വാഭാവികമായി എന്തുണ്ടാകും, എക്സംഷൻ ഉണ്ടാകും. ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചേഴ്സ് എക്സ്ക്ലൂഡിംഗ് ടൂറിസം കണ്ടക്ടഡ് ടൂർ ഓർ ചാർട്ടർ ഓർ ഹയർ ഈസ് എക്സംപ്റ്റ്. The said exemption would apply to passenger transportation service by non-air conditioned contract carriage where transportation takes place over predetermined route on a predetermined schedule. The exemption shall not be applicable where contract carriage is hired for a period of time during which contract carriage is at the disposal of the service recipient and recipient is thus free to decide the manner of usage subject to conditions agreement entered into with the service provider. ഇവിടെ പറയുന്നത് the exemption shall not be applicable where contract carriage is hired for a period of time during which contract carriage is at the disposal of the service recipient. ഇപ്പം നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ തന്നെ ഓടിച്ചു പോകുന്ന കേസാണ്. വണ്ടി നമ്മുടെ നിയന്ത്രണത്തിലാണുള്ളത്, വണ്ടി നമ്മുടെ കൺട്രോളിലാണ് ഉള്ളത് എങ്കിൽ അതിന് ഈ പറയുന്ന കോൺട്രാക്ട് കാരേജ് എന്ന് പറയുന്ന ഈ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ നമ്മളുമായി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. വണ്ടി നിങ്ങൾക്ക് തന്നിട്ട് വണ്ടി നിങ്ങൾ ഓടിച്ചോ എന്ന് പറയുന്നത് ഈ പോയിന്റിനകത്ത് വരില്ല. സോ എക്സംഷൻ ഷാൽ നോട്ട് ബി ആപ്ലിക്കബിൾ വെയർ കോൺട്രാക്ട് കാരേജ് ഈസ് ഹയേർഡ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. അതായത് കോൺട്രാക്ട് കാരേജ് നമ്മൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നു, ഒരു പീരീഡിലേക്ക് എടുക്കുന്നു, ഡ്യൂറിങ് വിച്ച് ആ സമയത്ത് കോൺട്രാക്ട് കാരേജ് ഈസ് അറ്റ് ദി ഡിസ്പോസൽ ഓഫ് ദി സർവീസ് റെസിപ്പിയന്റ് എന്ന് വെച്ചാൽ വാഹനം ഇപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലാണ്. And the recipient is thus free to decide the manner of usage, route and schedule subject to conditions and agreement entered into with the service provider. So അത്തരം സാഹചര്യങ്ങളിൽ
നമുക്ക് എക്സംഷൻ ഉണ്ടായിരിക്കുകയില്ല. മറ്റേത് ഡ്രൈവർ ഉൾപ്പെടെ നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ വണ്ടി ഓടുന്നത്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അത് നമുക്ക് പൂർണ്ണമായും വിട്ടു തന്നിരിക്കുന്നതല്ല. അതിന് ഒരു സമയമുണ്ട്, അത് ഓടുന്നതിന് എല്ലാത്തിനും ഇതുണ്ട്. ആ സമയത്താണ് അവരെന്ത് ചെയ്യുന്നത്, കൊണ്ട് പോകുന്നത്. പൂർണ്ണമായും നമുക്ക് വിട്ടു തന്നിരിക്കുന്ന ഒരു പരിപാടി അല്ല. അപ്പോൾ ഇവിടെ കോൺട്രാക്റ്റ് കാരേജിന് ഒരു മീനിങ് തന്നെ ഉണ്ട്. കോൺട്രാക്റ്റ് കാരേജ് നേരത്തെ തന്നെ കഴിഞ്ഞു പോയതാണ്, നമുക്കൊന്നുകൂടി അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കോൺട്രാക്റ്റ് കാരേജ് മീൻസ് എ മോട്ടോർ വെഹിക്കിൾ which carries passengers for hire or reward and is engaged under a contract, whether expressed or implied, for the use of such vehicle as a whole for the carriage of passengers mentioned therein, and entered into by a person with a holder of a permit in relation to such vehicle or any person authorized by him in his behalf on a fixed or an agreed rate of sum on a time basis, whether or not with reference to any route or distance. ഓക്കെ, അപ്പോൾ ഇത്ര സമയത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അത് എടുത്തിരിക്കുന്നത്. ഇത്ര സമയത്തേക്കാണ് നമ്മൾ ആ വാഹനം എടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ റൂട്ടും ഡിസ്റ്റൻസും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ. വെദർ ഓർ നോട്ട് വിത്ത് റെഫറൻസ് ടു എനി റൂട്ട് ഓർ ഡിസ്റ്റൻസ് or from one point to another, and in either case without stopping to pick up or set down passengers not included in the contract anywhere during the journey. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ആരെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്, എത്ര പേരെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൊണ്ട് പോകത്തില്ല. യെസ്. പിന്നെ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ പറഞ്ഞ പോയിന്റും അവിടെ പറഞ്ഞ എക്സ്പ്ലനേഷൻ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വരുന്നത്? The exemption shall not be applicable where contract carriage is hired for a period of time during which contract carriage is at the disposal of the service recipient. Service recipient is thus free to decide the manner of usage. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും ആർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്, റെസിപ്പിയൻറ്റിന് വിട്ടുകൊടുക്കുന്ന കേസുകളിൽ ഈ എക്സംഷൻ ബാധകമായിരിക്കുകയില്ല എന്നുള്ളതാണ് പോയിന്റ്. യെസ്. സോ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. സർവീസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. വീണ്ടും പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ്. വിത്ത് ഓർ വിത്തൗട്ട് അക്കമ്പനീഡ് ബിലോങ്ങിങ്സ് ബൈ റെയിൽവേ ഇൻ എ ക്ലാസ്. ഇപ്പം നമ്മൾ ട്രെയിൻ യാത്രയാണ്, ട്രെയിൻ യാത്രയ്ക്ക് GST എക്സംഷൻ ഉണ്ട്, അതർ ദാൻ ഫസ്റ്റ് ക്ലാസ് ഓർ ആൻ എയർ കണ്ടീഷൻഡ് കോച്ച്. സോ അതിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ ഫസ്റ്റ് ക്ലാസ് യാത്രയും അതുപോലെ തന്നെ AC യാത്രയ്ക്കും നമുക്ക് GST ബാധകമാണ്. ഇപ്പോൾ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുമ്പ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവെ ഫസ്റ്റ് ക്ലാസ് ഇല്ല, ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് AC. ഇപ്പോൾ എല്ലാ AC കോച്ചസാണ്. ഇപ്പോൾ സാധാ ജനറൽ ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലീപ്പർ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തേർഡ് AC, സെക്കൻഡ് AC, ഫസ്റ്റ് AC ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് മിക്കവാറും ട്രെയിനുകളിൽ ഇല്ല, പകരം ഫസ്റ്റ് ക്ലാസ് AC ആണുള്ളത്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും AC കോച്ചുകൾക്ക് GST എക്സംഷൻ ഇല്ല. അല്ലാതെ നിങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത്, സ്ലീപ്പറിലാണ് പോകുന്നത്, അങ്ങനെയാണെങ്കിൽ അതിന് GST എക്സംഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ മെട്രോ GST എക്സംഷൻ ഉണ്ട്. മോണോ റെയിൽ, ട്രാംവേ. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഈ മോണോ റെയിലും ട്രാംവേയും ഇല്ല, അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല. വെറുതെ ഗൂഗിളിൽ കയറി നോക്കുക, എന്താണ് ഈ മോണോ റെയിൽ, എന്താണ് ഈ ട്രാംവേ സിസ്റ്റം. ഇതൊക്കെ ഓരോ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ രീതികളാണ്. ട്രെയിൻ പോലെ തന്നെ ഇരിക്കുന്നു. മോണോ റെയിൽ എന്ന് പറഞ്ഞാൽ മെട്രോയുടെ കുറച്ചുകൂടി ചെറിയൊരു രൂപം, അത്രേ ഉള്ളൂ. സോ ഇതെല്ലാം തന്നെ കവർ ചെയ്യുന്ന ദൂരം വളരെ കുറവാണ്, കയറാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. ഇതൊക്കെയാണ് മോണോ റെയിൽ സംവിധാനം. ഇതിനെല്ലാം തന്നെ GST എക്സംഷൻ ഉണ്ടായിരിക്കും. സോ മെട്രോ, മോണോ റെയിൽ, ട്രാംവേക്ക് എല്ലാം തന്നെ പൂർണ്ണമായും GST എക്സംഷൻ ഉണ്ടായിരിക്കും. ദെൻ ഇൻലൻഡ് വാട്ടർവേസ്. ഇൻലൻഡ് വാട്ടർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട്, വള്ളം, ഇതൊക്കെ നദി, പുഴയിലൂടെയുള്ള യാത്ര, ട്രാൻസ്പോർട്ടേഷൻ. ദെൻ പബ്ലിക് ട്രാൻസ്പോർട്ട്, പൊതുജന ട്രാൻസ്പോർട്ടേഷൻ, അതർ ദാൻ പ്രീഡോമിനൻ്റ്ലി ഫോർ ടൂറിസം പർപ്പസ്. പക്ഷെ ടൂറിസം അല്ല. ഇൻ എ വെസൽ, ഇപ്പം ഷിപ്പിലുള്ള യാത്ര, ബിറ്റ്വീൻ പ്ലേസസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അതിനകത്ത് ഈ പറയുന്ന ക്രൂയിസ് വെസൽസിൻ്റെ കാര്യമല്ല പറയുന്നത്, ആഡംബര കപ്പലല്ല, ടൂറിസം അല്ലാത്ത സാധാ വെസൽ ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് GST എക്സംഷൻ ഉണ്ടാവും. ദെൻ മീറ്റേഡ് ക്യാബ്, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഇൻക്ലൂഡിങ് റിക്ഷോസ്. ഓക്കെ, ഇതിനെല്ലാം തന്നെ എക്സംഷൻ ഉണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ഐറ്റം E. ഐറ്റം E എന്ന് പറയുന്നത് ഇത് എബോവ് ഷാൽ അപ്ലൈ ടു സർവീസസ് അപ്ലൈഡ് ത്രൂ ആൻ എന്താണ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇപ്പോൾ ECO വഴി. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, എന്താണ് ഊബർ ഓട്ടോയ്ക്ക് GST ബാധകമാണ്. സാധാരണ ഓട്ടോറിക്ഷകൾ നമ്മൾ ലോക്കലി നമ്മൾ ഓട്ടോറിക്ഷ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓട്ടോറിക്ഷ ചാർജിൻ്റെ മേളിൽ GST ബാധകമല്ല.
പക്ഷേ ഊബർ വഴി നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ വഴിയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരം സർവീസുകൾക്ക് എന്തുണ്ടായിരിക്കും? GST ബാധകമായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തരം സർവീസുകളെല്ലാം തന്നെ ECO വഴി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ GST ലൈബിലിറ്റി വരും. മാത്രവുമല്ല അവിടെ GST ലൈബിലിറ്റി വരുന്നത് ആർക്കായിരിക്കും? ECOയ്ക്കായിരിക്കും. ദാറ്റ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അണ്ടർ സെക്ഷൻ 9(5). Okay. Then there is a CBIC clarification regarding GST on tickets of private ferry used for passenger transportation. Okay. Clarification regarding applicability of GST on ticket of private ferry. Ferry എന്ന് പറഞ്ഞാൽ അറിയാലോ, കേട്ടിട്ടുണ്ടാകും, ചെറിയ ബോട്ട് സർവീസ്. The circular clarifies the applicability of GST on private ferry ticket. For instance, private ferries are used as a means of transport from one island to another in Andaman and Nicobar Islands. Transportation of passenger by public transport other than predominantly for tourism purpose in a vessel between place located in India is exempted. It is clarified that this exemption, ഈ പറഞ്ഞിരിക്കുന്ന exemption would apply to ticket purchased for transportation from one point to another, irrespective of whether ferry is owned or operated by a private sector enterprise or a PSU or government. So ഇത് ഇപ്പോൾ വെസൽ എന്ന് പറഞ്ഞാൽ വലിയ ഷിപ്പ് തന്നെ ആവണമെന്നില്ല, ബോട്ട് എല്ലാം അതിനകത്ത് വരാം. അപ്പോൾ അത് ഇപ്പോൾ ഇൻലൻഡ് വാട്ടർ എന്ന് പറയുമ്പോൾ പുഴയിലൂടെ പോകുന്നതാണ്. ഇപ്പോൾ കടലിലൂടെ ഈ ബോട്ടും ഇത് സംഭവങ്ങളെല്ലാം നമ്മൾ ആൾക്കാരെ കൊണ്ടുപോകുന്നതിനും എന്തുണ്ട്? ഈ എക്സംഷൻ ഉണ്ട്. അത് പ്രൈവറ്റ് പാർട്ടി കൊണ്ടുപോയാലും ശരി തന്നെ, ഗവൺമെൻറ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കൊണ്ടുപോയാലും ഇതെല്ലാം തന്നെ എന്ത് തന്നെയാണ്? എക്സംപ്റ്റ് തന്നെയാണ്. It is further clarified that the expression public transport used in the exemption notification only means that transport should be open to public. Public transport എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും യാത്ര ചെയ്യാൻ സൗകര്യമുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇറ്റ് ക്യാൻ ബി പ്രൈവറ്റ്ലി ഓർ പബ്ലിക്കലി ഓൺഡ്. അത് ഓൺ ചെയ്യുന്നത് ആര് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് പബ്ലിക്കിന് ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഗവൺമെൻറ് ഓൺ ചെയ്യുന്നതിനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. പബ്ലിക്ക് കയറുന്നതല്ലേ, ഓണർ പ്രൈവറ്റ് ആണെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ അർത്ഥം തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുക. ഓൺലി എക്സ്ക്ലൂഷൻ ഈസ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ വിച്ച് ഈസ് പ്രീഡോമിനൻ്റ്ലി ഫോർ പക്ഷേ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള വിനോദസഞ്ചാരമാണ് എന്നുണ്ടെങ്കിൽ അതിന് എക്സംഷൻ ഉണ്ടാവുകയില്ല. അല്ലാത്ത ഇതാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ വിനോദസഞ്ചാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സച്ച് ആസ് സർവീസസ് വിച്ച് മേ കമ്പൈൻ വിത്ത് ട്രാൻസ്പോർട്ടേഷൻ. അവിടെ ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, അതൊക്കെ ആയിരിക്കും പോകുന്നത്, അടിച്ച് പറത്തിയായിരിക്കില്ല പോകുന്നത്, സൈഡെല്ലാം കണ്ടായിരിക്കും പോകുന്നത്. സൈറ്റ് സീയിങ്, ഫുഡ്, ബിവറേജ്, ഇപ്പം നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ ഹൗസ് ബോട്ടുകൾ, അതൊക്കെ ടൂറിസമാണ്. മ്യൂസിക്, അക്കോമഡേഷൻ, ഷിക്കാര, ക്രൂയിസ് എന്ന് പറയുമ്പോൾ ഹൗസ് ബോട്ടാണ് ഷിക്കാര മോഡൽ എന്നൊക്കെ പറയുന്നത്. യെസ്. സോ ഇത്തരം സർവീസുകൾക്കെല്ലാം തന്നെ ഇപ്പം ഈ വിനോദസഞ്ചാരമാണ്, ടൂറിസമാണ് പ്രീഡോമിനൻ്റ് പർപ്പസ് എങ്കിൽ അതിനെന്തുണ്ടാകും? GST ഉണ്ടാകും. അല്ലാത്ത രീതിയിൽ ഇതിനെല്ലാം തന്നെ എക്സംപ്റ്റഡ് ആണ്, GST ഉണ്ടാവത്തില്ല. സോ അതാണ് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്. സോ ഇതിനകത്ത് നമ്മൾ 3 പോയിൻ്റാണ് പ്രധാനമായും കണ്ടത്. ഒന്ന് RCS എയർപോർട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സംപ്റ്റഡ് ആണ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് യാത്ര, ഈ പറയുന്ന 8 സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ പ്ലസ് വെസ്റ്റ് ബംഗാളിലെ ബഗ്ദോഗ്രയിൽ നിന്ന് കയറുകയോ ഇറങ്ങുകയോ ചെയ്യുന്ന ഫ്ലൈറ്റ് യാത്രയ്ക്ക് GST ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നോൺ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് കാരേജുകളിലുള്ള യാത്രയ്ക്കും GST ഉണ്ടാവുകയില്ല. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ട് ആകാൻ പാടില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ സ്റ്റേജ് കാരേജ് നമ്മൾ പറഞ്ഞത് ബസ്സാണ് ഉദ്ദേശിക്കുന്നത്, അതിനൊന്നും തന്നെ നോൺ AC ആണെന്നുണ്ടെങ്കിൽ GST ഉണ്ടാവത്തില്ല. ക്ലാരിഫിക്കേഷനും കണ്ടു. അതുപോലെ തന്നെ നമ്മൾ റെയിൽവേ, മെട്രോ, മോണോ റെയിൽ, ട്രാംവേ, ഇൻലൻഡ് വാട്ടർവേസ്, വെസൽസ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, മീറ്റേഡ് ക്യാബ്, ഓട്ടോറിക്ഷ. പക്ഷേ ഇതൊക്കെ ഈ ഓട്ടോറിക്ഷയൊക്കെ നമ്മൾ ECO വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന് GST ഉണ്ടായിരിക്കും. സോ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇപ്പം നമ്മൾ കവർ ചെയ്തത്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് വി ഹാവ് കവേർഡ് 2 ക്ലാരിഫിക്കേഷൻസ് ഓൾസോ. ഓക്കെ, സോ നമ്മളിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസസിന് ശേഷം നമ്മളിനി അടുത്തതായി പഠിക്കാൻ പോകുന്നത് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ആണ്.
ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസിൻ്റെ അർത്ഥം ഗുഡ്സ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അത് പല ആൾക്കാരും പല രീതിയിലും ആ സർവീസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ പല സർവീസസും പല ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും എക്സംപ്റ്റഡാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും സപ്ലയർ ബേസ്ഡ് സർവീസസ് ആണ് വരുന്നത്. പിന്നെ സപ്ലയർ സ്പെസിഫിക് എക്സംഷനാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് റെസിപ്പിയൻ്റ് സ്പെസിഫിക് എക്സംഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു വലിയൊരു ഏരിയ ആണ് ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഇറ്റ്. സോ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ ടോട്ടൽ നമ്പർ 13 ആണ്. 13ാമത്തെ പോയിന്റ്, സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ബൈ ആൻ എയർക്രാഫ്റ്റ്. സോ ഫ്ലൈറ്റിലാണ് നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ അപ് ടു കസ്റ്റംസ് സ്റ്റേഷൻ ഓഫ് ക്ലിയറൻസ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഗുഡ്സ് എടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. കസ്റ്റംസ് സ്റ്റേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ കസ്റ്റംസ് നിയമം പഠിച്ച ആൾക്കാരാണ്. സോ വി നോ വെരി വെൽ വാട്ട് ഈസ് കസ്റ്റംസ് സ്റ്റേഷൻ. ഒന്നുമില്ല, കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസും കസ്റ്റംസ് ഫോർട്ടും എല്ലാം അടങ്ങുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അല്ലെങ്കിൽ എയർപോർട്ടും എല്ലാം അടങ്ങുന്ന ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷനൊക്കെ അടങ്ങുന്ന പ്രദേശത്തെയാണ് നമ്മൾ കസ്റ്റംസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഗുഡ്സ് എടുത്ത് നമ്മൾ കസ്റ്റംസ് സ്റ്റേഷൻ വരെ എത്തിക്കുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്. പ്രൊവൈഡഡ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഡൺ ത്രൂ എയർക്രാഫ്റ്റ്. ഓക്കെ, സോ അതാണ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് 14, സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുകയാണ് ബൈ റോഡ് മാർഗം നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, നൗ ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. സോ റോഡ് മാർഗം ധാരാളം ആൾക്കാർ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു പെട്ടി ഓട്ടോറിക്ഷ മുതൽ വലിയ 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 കണ്ടെയ്നർ ട്രക്കുകൾ വരെ ഗുഡ്സ് റോഡ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. സോ അതിൽ ചിലതെല്ലാം എക്സംപ്റ്റഡ് ആണ്, എന്നാൽ ചിലത് ടാക്സബിൾ ആണ്. സോ ഇതിൽ ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ബൈ റോഡ് എക്സെപ്റ്റ് ദി സർവീസസ് ഓഫ് എ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി, അതുപോലെ തന്നെ കൊറിയർ ഏജൻസി. സോ അവിടെ പറയാണ് ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി. നമുക്ക് പരിചിതമായിട്ടുള്ള ആൾക്കാരാണ്. ആരാണ് ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി എന്നുള്ളത്? നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം പഠിക്കുന്ന സമയം മുതൽ നമ്മൾ ഈ GTA അഥവാ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി എന്താണെന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി അവർ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകും, ലോഡിംഗ് ഉണ്ടാകും, അൺലോഡിംഗ് ഉണ്ടാകും, പാക്കിംഗ് ഉണ്ടാകും, അൺപാക്കിംഗ് ഉണ്ടാകും, സ്റ്റോറേജ് ഉണ്ടാകും, വെയർഹൗസിംഗ് ഉണ്ടാകും. ഈ എല്ലാ സർവീസും കളക്റ്റീവ്ലി പ്രൊവൈഡ് ചെയ്യുന്ന, ഇനി ഇതെല്ലാം തന്നെ ചെയ്യണമെന്നില്ല എങ്കിലും ഇതെല്ലാം കൂടി ചേർന്ന് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി എന്ന് പറയുന്നത്. മാത്രവുമല്ല അവർ ഗുഡ്സ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ദേ വിൽ ഇഷ്യൂ എ ഡോക്യുമെൻറ്റ് കോൾഡ് വാട്ട്? കൺസൈൻമെൻറ്റ് നോട്ട്. കൺസൈൻമെൻറ്റ് നോട്ട് എന്ന് പറയുന്നൊരു ഡോക്യുമെൻറ്റ് ദേ നീഡ് ടു ഇഷ്യൂ. എന്ന് മാത്രമല്ല അത് ഇഷ്യൂ ചെയ്തതിനപ്പുറം അവർക്ക് അവർ കൈവശം വച്ചിരിക്കുന്ന, അവർ കൊണ്ടുപോകുന്ന കൈകാര്യം ചെയ്യുന്ന ഗുഡ്സിൻ്റെ മേളിൽ ദേ ഹാവ് ഗോട്ട് എ ലീൻ. ലീനിൻ്റെ അർത്ഥം എന്താണ്? ദേ ഹാവ് ഗോട്ട് ദി റൈറ്റ് ടു കീപ്പ് ഇൻ പൊസഷൻ ഓഫ് സച്ച് ഗുഡ്സ് ടിൽ ദെയർ ഡെറ്റ് ഈസ് ക്ലിയർഡ്. അവർക്ക് അവരുടെ കാശ് കിട്ടുന്നത് വരെ അത് കൈവശം വയ്ക്കുവാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. എന്ന് മാത്രമല്ല ആ കൊണ്ടുപോകുന്ന ഗുഡ്സിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും അവർക്കായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി എന്ന് പറയും. സോ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസികൾ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ ഒഴികെയുള്ള റോഡ് ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ കൊറിയർ ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ ഒഴികെയുള്ള എന്ന് പറയുമ്പോൾ GTA-യും കൊറിയർ ഏജൻസിയും അല്ലാതെ മറ്റാര് റോഡ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്താലും, റോഡിലൂടെയുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്താലും അവ എക്സംപ്റ്റഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ബൈ ഇൻലൻഡ് വാട്ടർവേസ്. ഇൻലൻഡ് വാട്ടർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനിനകത്ത് നമ്മൾ ഈ പോയിന്റ് കഴിഞ്ഞ പോയിന്റിൽ നമ്മൾ കണ്ടതാണ്. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസിലും ഇൻലൻഡ് വാട്ടർവേസിലൂടെയുള്ള, അതായത് ബോട്ട് വഴി കൊണ്ടുപോകുന്ന കാര്യം നമ്മൾ ഫെറിയുടെ എക്സാമ്പിളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ബോട്ട് വഴി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വള്ളത്തിലൂടെ കൊണ്ടുപോകുന്നതെല്ലാം തന്നെ എന്ത് തന്നെയാണ്? അത് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഗുഡ്സ് കൊണ്ടുപോയാലും അത് എക്സംപ്റ്റഡ് ആണ് എന്നുള്ളതാണ്. സോ 14ാമത്തെ പോയിന്റ്, ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ റോഡ് മാർഗമായിക്കോട്ടെ ഇൻലൻഡ് വാട്ടർവേസ് വഴി ആയിക്കോട്ടെ അത് എക്സംപ്റ്റഡ് ആണ്. പക്ഷേ റോഡ് മാർഗം ഗുഡ്സ് കൊണ്ടുപോകുന്നത് ഒരു GTA-യോ കൊറിയർ ഏജൻസിയോ ആണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും. ഇതാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു ചോദ്യം, ഒരു എക്സ്പ്ലനേഷനാണ്. എന്താണ് ഈ കൊറിയർ ഏജൻസി?
ഡോർ ടു ഡോർ സപ്ലൈ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കൊറിയർ ഏജൻസി. ഞാനത് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആരാണ് ഈ കൊറിയർ ഏജൻസി എന്നുള്ളത്. എൻഗേജ്ഡ് ഇൻ ഡോർ ടു ഡോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ടൈം സെൻസിറ്റീവ് ഡോക്യുമെൻറ്റ്സ്, ഗുഡ്സ്, ആർട്ടിക്കിൾസ്. അതവർ കത്തായിരിക്കും കൊണ്ടുപോകുന്നത്, മറ്റ് ഗുഡ്സ് ആയിരിക്കും കൊണ്ടുപോകുന്നത്, എന്ത് വേണമെങ്കിലാകും. ഡോർ ടു ഡോർ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരാണ് ഈ കൊറിയർ ഏജൻസി. യെസ്. എക്സ്പ്രസ് കാർഗോ സർവീസ് മീനിങ് ആണ് സം ട്രാൻസ്പോർട്ടേഴ്സ് അണ്ടർടേക്ക് ഡോർ ടു ഡോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ ആക്ടിവിറ്റീസ് and they have made special arrangement for speedy transportation and timely delivery of such a goods or article. അവരെയാണ് നമ്മൾ എക്സ്പ്രസ് കാർഗോ. അവർ തന്നെ കൊറിയർ ഏജൻസിയുടെ തന്നെ മറ്റൊരു ഫോമാണ്. യെസ്, സ്പീഡായിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. Such services are known as express cargo service with assurance of timely delivery. The nature of service provided by express cargo service fall within the scope and definition of courier agency. And said service relating to transportation of goods by road is not exempt. So express cargo എന്ന് പറയുന്നത് ടാക്സബിൾ ആണോ എന്നുള്ളൊരു ചോദ്യം വരാം. അപ്പോൾ അവിടെ പറയുന്നത് എക്സ്പ്രസ് കാർഗോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ത് തന്നെയാണ്, കൊറിയർ ഏജൻസിയുടെ ഒരു വകഭേദമാണ്, ഒരു വേരിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു കൊറിയർ ഏജൻസി സർവീസ് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ GSTയിൽ ക്ലാസിഫൈ ചെയ്യുകയും അതിന് എക്സംഷൻ ഇല്ല എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ടാക്സബിൾ. ഓക്കെ. Then there is a CBIC circular. Clarification regarding applicability of GST on transport of minerals from mining pit. മൈനിങ് സൈറ്റുകളിൽ നിന്ന്, മൈനിങ് നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പ്രോസ്പെക്റ്റ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് പ്രോസ്പെക്റ്റ് ചെയ്തെടുക്കുന്ന മിനറൽസ് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മിനറൽസ് കൊണ്ടുപോകുന്ന സർവീസ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. മൈനിങ് പിറ്റ് ഹെഡ് ടു റെയിൽവേ സൈഡിങ്സ് ഓർ ബെനിഫിക്കേഷൻ പ്ലാന്റ് എക്സെട്ര ബൈ വെഹിക്കിൾ ഡിപ്ലോയിഡ് വിത്ത് ഡ്രൈവർ ഫോർ എ സ്പെസിഫിക് ഡ്യൂറേഷൻ ഓഫ് ടൈം. അതായത് ഇവിടെ ഈ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വാഹനം വാടകയ്ക്കെടുത്ത്, ഡ്രൈവർ ഉൾപ്പെടെ നമ്മൾ വാഹനം വാടകയ്ക്കെടുത്ത് നമ്മുടെ മൈനിങ് സൈറ്റിൽ നിന്ന് മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മിനറൽസ് നമ്മൾ എന്ത് ചെയ്യാണ്, യെസ്, വണ്ടിയിൽ കയറ്റി നേരെ നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ ആ വണ്ടി നമുക്ക് ഈ പറയുന്ന വാഹനം നമ്മൾ വാടകയ്ക്കെടുക്കുക, ഡ്രൈവർ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യാണ്, വാടകയ്ക്കെടുക്കുകയാണ്. അപ്പോൾ ഒരാൾ നമുക്ക് ഇത്തരത്തിൽ വാഹനം വാടകയ്ക്ക് തന്നിരിക്കുകയാണ്. അയാൾ ചെയ്തിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ് സർവീസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അയാൾ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഞാനാണ് ഇവിടെ മൈനിങ് സൈറ്റ് ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ മൈനിങ് സൈറ്റ് ഞാൻ ലീസിന് എടുത്തിട്ടുണ്ട്. മൈനിങ് സൈറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, മൈനിങ് ചെയ്യുന്നുണ്ട്, മിനറൽസ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെനിക്ക് കൊണ്ടുപോകണമല്ലോ, എൻ്റെ പ്രൊഡക്ഷൻ സൈറ്റിലേക്കോ റെയിൽവേ ട്രാക്കിലേക്കോ എനിക്ക് ഈ പറയുന്ന സാധനം കൊണ്ടുപോകണം, ദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഈ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മിനറൽസ് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പുറത്തുനിന്ന് ഒരു 10 ട്രക്ക് ഹയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ നിന്നാണ് ഞാൻ ആ 10 ട്രക്ക് ഹയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് 10 ട്രക്ക് തന്നിട്ടുണ്ട്, ഒരുപക്ഷെ ഡ്രൈവറേയും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈവർ ഞാൻ തന്നെ വെച്ചിട്ടുണ്ട്, എന്ത് വേണമെങ്കിൽ ആയിക്കൊള്ളട്ടെ. ഇത് ട്രക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഗുഡ്സ് അതിലേക്ക് കയറ്റി, മിനറൽസ് അതിനകത്ത് കയറ്റി കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്തത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ് സർവീസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷനാണ്. ഇവിടെ റെൻറ്റിങ് സർവീസും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ് സർവീസും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് സർവീസ് ആണോ, അതോ റെൻറ്റിങ് ഓഫ് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾ അല്ലെങ്കിൽ റെൻറ്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾ സർവീസ് ആണോ, ഇതിലേത് സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. The issue which arose of consideration was to whether transport of minerals within a mining area, say from mining pit head to railway siding or beneficiation plant etc., by vehicle deployed with a driver for a specific duration of time would be exempt as transport of goods except by a GTA. അപ്പോൾ ഇതൊരു ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ബൈ റോഡ് സർവീസ് ആയിട്ട് കണക്കാക്കുമോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അതിൻ്റെ ക്ലാരിഫിക്കേഷനിലേക്ക് നേരെ പോകാം. സച്ച് സർവീസസ് ആർ നത്തിങ് ബട്ട് റെൻ്റൽ സർവീസ് ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ വിത്ത് ഓപ്പറേറ്റർ. ഇതൊരു ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ് സർവീസ് അല്ല, മറിച്ച് ഇതെന്ത് സർവീസാണ്, റെൻ്റൽ സർവീസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ റെൻറ്റിംഗ് സർവീസാണ് വിത്ത് ഓപ്പറേറ്റർ. The person who takes the vehicle on rent defines how and when the vehicle will be operated, determines schedules, routes and other operational consideration. The person who gives the vehicle, അതായത് ഇവിടെ നിങ്ങളാണ് എനിക്ക് വാഹനം തന്നിരിക്കുന്നത്, ഓൺ റെന്റ് വിത്ത് ഓപ്പറേറ്റർ cannot be said to be supplying the services by way of transportation of goods.
സോ നിങ്ങൾ എനിക്കിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം വാടകയ്ക്ക് തന്ന സർവീസാണ്, അല്ലാതെ എൻ്റെ ഗുഡ്സ് കൊണ്ടുപോകുന്ന സർവീസ് അല്ല നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗുഡ്സ് കൊണ്ടുപോകുന്ന സർവീസിനാണ് എക്സംഷൻ ഉള്ളത്. ഓക്കെ, അല്ലാതെ വാഹനം വാടകയ്ക്ക് തന്ന സർവീസിന് എക്സംഷൻ ഇല്ല. സോ അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ്ലി ഇറ്റ് ഈസ് ക്ലാരിഫൈഡ്. CBIC അതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നിരിക്കുകയാണ്. സച്ച് റെൻറ്റിംഗ് ഓഫ് ട്രക്സ് ആൻഡ് അതർ ഫ്രൈറ്റ് വെഹിക്കിൾ വിത്ത് ഡ്രൈവർ ഫോർ എ പീരീഡ് ഓഫ് ടൈം ഈസ് എ സർവീസ് ഓഫ് റെൻറ്റിംഗ് ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ വിത്ത് ഓപ്പറേറ്റർ ആൻഡ് നോട്ട് സർവീസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ റോഡ്. കോൺസിക്വൻ്റ്ലി അപ്പോൾ അതിൻ്റെ നമ്മുടെ ഉദ്ദേശം എന്താണ്, അത് എലിജിബിൾ ഫോർ എക്സംഷൻ ആണോ എന്നുള്ളതാണ്. നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇതിന് എക്സംഷൻ കിട്ടില്ല, കാരണം ഇത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ് സർവീസ് അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എലിജിബിൾ ഫോർ എക്സംഷൻ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇന്നലെ നമ്മൾ ഇതേ കാര്യം ഇന്നലെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു. കോൺട്രാക്റ്റ് കാരേജുകൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. കോൺട്രാക്റ്റ് കാരേജുകളിലൂടെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ സർവീസ് കോൺട്രാക്റ്റ് കാരേജുകൾ നോൺ AC കോൺട്രാക്റ്റ് കാരേജുകളിൽ പ്രൊവൈഡ് ചെയ്താൽ അത് എക്സംപ്റ്റഡ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വാഹനം തന്നെ ഒരാൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാളുടെ ടൈമിൽ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ യൂസ് ചെയ്യാനായിട്ട് വാഹനം തന്നെ അയാൾക്ക് വിട്ടുകൊടുത്താൽ അത് എന്താണ്, റെൻറ്റിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിൾ സർവീസ് ആയിട്ടാണ് കണക്കാക്കുക, അല്ലാതെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് അല്ല. അതുകൊണ്ട് അതിന് ഇറ്റ് ഈസ് നോട്ട് എലിജിബിൾ ഫോർ എക്സംഷൻ. ഇന്നലെ നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് കണ്ടതായിട്ട് കഴിഞ്ഞ പോയിന്റിൽ നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റ്, എക്സംഷൻ ഷാൽ നോട്ട് ബി ആപ്ലിക്കബിൾ where contract carriage is hired for a period of time during which contract carriage is at the disposal of the service recipient. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മോട്ടോർ വെഹിക്കിൾ റെൻറ്റ് ചെയ്ത സർവീസാണ്. അത് നമ്മൾ ഒരിക്കലും ഒരു പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസായിട്ട് കണക്കാക്കേണ്ട ആവശ്യം ഇല്ല. സോ അതൊരു ബിറ്റ് ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സോ വി നീഡ് ബി കെയർഫുൾ ഓൺ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. Next 15th one, services by way of transportation by rail or a vessel. Rail or a vessel, നമ്മൾ ട്രെയിനിലോ ഷിപ്പിലോ ഗുഡ്സ് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം വൺ പ്ലേസ് ഇൻ ഇന്ത്യ ടു അനദർ ഓഫ് ദി ഫോളോയിങ് ഗുഡ്സ്. അപ്പോൾ ട്രെയിനിൽ ഗുഡ്സ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ട്രെയിനിൽ ഗുഡ്സ് കൊണ്ടുപോകുക അല്ലേ, ഗുഡ്സ് ട്രെയിനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗുഡ്സ് ട്രെയിനുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ എക്സംപ്റ്റഡ് ആണോ? അതുപോലെ തന്നെ ഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എക്സംപ്റ്റഡ് ആണോ? Yes, there are exemptions, but not in all cases. എല്ലാ കേസിലും അല്ല, ചില സ്പെസിഫിക് കേസസുകളിൽ മാത്രമേ അത് എക്സംഷൻ ഉള്ളൂ. പ്രൊവൈഡഡ് ഗുഡ്സ് കൊണ്ടുപോകുന്നത് ഇന്ത്യക്കകത്തുകൂടെ ആയിരിക്കണം, ഇന്ത്യക്കകത്തുള്ള ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗുഡ്സ് കൊണ്ടുപോയതായിരിക്കണം. മാത്രമല്ല ഇനി പറയുന്ന ഗുഡ്സ് കൊണ്ടുപോകുന്നതിന് മാത്രമേ എക്സംഷൻ ഉണ്ടാകത്തുള്ളൂ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റിലീഫ് മെറ്റീരിയൽ, ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സ്. ഇപ്പോൾ ദുരിതാശ്വാസം ഉണ്ടാകുന്നു, ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ ആൾക്കാർ ഒരു വലിയൊരു ദുരന്തം ഉണ്ടായി, അപ്പോൾ അവിടത്തേക്കുള്ള റിലീഫ് മെറ്റീരിയലായിട്ട് നമ്മൾ ഗുഡ്സ് കൊണ്ടുപോവുകയാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതേപോലെ റിലീഫ് മെറ്റീരിയൽസ് കൊണ്ടുപോയാൽ മെന്റ് ഫോർ വിക്ടിംസ് ഓഫ് നാച്ചുറൽ ഓർ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, കലാമിറ്റീസ് ഓർ ആക്സിഡൻറ്റ്സ് ഓർ മിസാപ്പ്. ദെൻ ഡിഫൻസ് ഓർ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോകുന്നതിന് എക്സംഷൻ ഉണ്ടാകും. ന്യൂസ് പേപ്പർ മാഗസീൻസ് രജിസ്റ്റേർഡ് വിത്ത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള മാഗസീൻസ്, നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് കൊണ്ടുപോകുന്നതിന് എക്സംഷൻ ഉണ്ടാവും. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ളത്. മിൽക്ക്, സോൾട്ട് ആൻഡ് ഫുഡ് ഗ്രെയിൻ ഇൻക്ലൂഡിങ് ഫ്ലോർ, പൾസ് ആൻഡ് റൈസ്. അപ്പോൾ പാല്, ഉപ്പ്, ധാന്യങ്ങൾ ഒക്കെ അതൊക്കെ കൊണ്ടുപോകുന്നത്. ദെൻ ഓർഗാനിക് മാനുവർ. സോ പ്രോഡക്റ്റിൻ്റെ പേര് ഓർത്ത് വെച്ചോളാം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് റിലീഫ് മെറ്റീരിയൽസ്, മറ്റൊന്ന് ഡിഫൻസ് ഓർ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ്, ദെൻ ന്യൂസ് പേപ്പർ മാഗസീൻസ് രജിസ്റ്റേർഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പർ, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, മിൽക്ക്, സോൾട്ട്, ഫുഡ് ഗ്രെയിൻ, ഓർഗാനിക് മാനുവർ. വെസൽസ് ഓർ റെയിൽ. നെക്സ്റ്റ് 16, സർവീസ് പ്രൊവൈഡഡ് ബൈ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ ടാക്സബിൾ ആണെന്ന് പറഞ്ഞെങ്കിലും
അതിൽ തന്നെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഗുഡ്സ് ആണ് അവർ കൊണ്ടുപോകുന്നതെങ്കിൽ അതിന് എക്സംഷൻ ഉണ്ട്. അപ്പോൾ GTA ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിരിക്കും. സോ GTA ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻ ഗുഡ്സ് കാരേജ് ഓഫ് എന്തൊക്കെയാണ്, തൊട്ട് മേളിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ. റിലീഫ് മെറ്റീരിയൽ, ഡിഫൻസ് മിലിറ്ററി എക്യുപ്മെൻറ്റ്, ന്യൂസ് പേപ്പർ, മാഗസീൻസ് രജിസ്റ്റേർഡ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, മിൽക്ക്, സോൾട്ട്, ഫുഡ് ഗ്രെയിൻ, ഓർഗാനിക് മാൻ. സോ സെയിം പോയിന്റ് തന്നെയാണ് അവിടെ ആവർത്തിച്ചിരിക്കുന്നത്, ഒരു വ്യത്യാസവും അവിടെ ഇല്ല. അപ്പോൾ അതേ 6 പോയിന്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. യെസ്, ഈ 6 പോയിന്റ് നമ്മൾ റെയിലിൽ കൊണ്ടുപോയാലും വെസലിൽ കൊണ്ടുപോയാലും ഇനി GTA വഴി കൊണ്ടുപോയാലും അത് എക്സംപ്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. 17. സപ്ലൈ ഓഫ് സർവീസസ് പ്രൊവൈഡഡ് ബൈ GTA. വീണ്ടും GTA ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. GST രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യക്തിക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ ഇല്ല, എനിക്ക് GST രജിസ്ട്രേഷൻ ഇല്ല, നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണ് സാധാരണക്കാർക്കാണ് ഇവരെന്ത് ചെയ്യുന്നത്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞതുപോലെ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിക്കാണ് ഇത്തരത്തിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ടോട്ടലി എക്സംപ്റ്റഡ് ആയിരിക്കും, ഇൻക്ലൂഡിങ് ആൻ അൺരജിസ്റ്റേർഡ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. അപ്പോൾ നമ്മൾ ഇത് രജിസ്ട്രേഷൻ ചാപ്റ്ററിനകത്ത് സെക്ഷൻ 24 പഠിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പക്ഷേ അതിന് എക്സെപ്ഷൻ ഉണ്ട്. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ചില നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതും ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് GST രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. പകരം 20 lakh ക്രോസ് ചെയ്താൽ മാത്രം രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഈ പോയിന്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഇവിടെ GTA ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്, ഇൻക്ലൂഡിങ് അൺരജിസ്റ്റേർഡ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ സർവീസ് പ്രൊവൈഡ് ചെയ്താൽ അത് എക്സംപ്റ്റഡ് ആണ്. അതർ ദാൻ ദി ഫോളോയിങ് റെസിപ്റ്റ്. പക്ഷേ അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിലും ഇനി പറയുന്ന ആൾക്കാർക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ടാക്സബിൾ ആണ്. മാത്രവുമല്ല അത് RCM ആയിരിക്കും. നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഇനി പറയാൻ പോകുന്ന ആൾക്കാരുടെ പേര് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റിവേഴ്സ് ചാർജ് മെക്കാനിസം പഠിച്ചപ്പോൾ സർവീസസിനകത്ത് ഇതേ പേരുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എനി ഫാക്ടറി രജിസ്റ്റേർഡ് അണ്ടർ ഓർ ഗവേൺഡ് ബൈ ഫാക്ടറീസ് ആക്ട്, സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ഓർ എനി അതർ ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്, എനി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്, എനി ബോഡി കോർപ്പറേറ്റ് എസ്റ്റാബ്ലിഷ്ഡ്, അതുപോലെ എനി പാർട്ട്ണർഷിപ്പ് ഫേം ഇൻക്ലൂഡിങ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ, എനി കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ GST ലോ. ഇതെല്ലാം ഇത്തരം ആൾക്കാർക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ ടാക്സബിൾ ആയിരിക്കും. അതല്ലാതെ ഈ ലിസ്റ്റിൽ പെടാത്ത മറ്റ് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് GTA സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ എറണാകുളത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കാലിക്കറ്റിലേക്ക് വീട് മാറുകയാണ്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വീട് മാറുകയാണ്. നിങ്ങളൊരു GTA കണ്ടിട്ട് ആ ജോലി ഏൽപ്പിച്ചു, നിങ്ങളുടെ വീട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അവർ തന്നെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, സംഭവം എല്ലാം വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് വണ്ടിയിൽ കയറ്റി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് സുരക്ഷിതമായി കൊണ്ടെത്തിച്ച് അൺലോഡ് ചെയ്ത് തരും. ഫുൾ കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങളൊരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവരാ പ്രൊവൈഡ് ചെയ്ത സേവനം എന്തായിരിക്കും, എക്സംപ്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞതുപോലെ GTA പ്രൊവൈഡ് ചെയ്യുന്ന അതാണ് സപ്ലൈ സർവീസ് പ്രൊവൈഡഡ് ബൈ GTA ടു അൺരജിസ്റ്റേർഡ്. ഈ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളൊരു അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് എന്തായിരിക്കുന്നത്, അത് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി ബൈ വേ ഓഫ്, വീണ്ടും GTAയുടെ കാര്യം തന്നെയാണ്. GTAയുടെ നമ്മളിപ്പോൾ ഒരു 3ാമത്തെ പോയിന്റാണ് നമ്മൾ പറയുന്നത്, ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻ എ ഗുഡ്സ് കാരേജ്. സോ GTA ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സർവീസാണ്. എന്ത് സർവീസാണ്? ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ്. ആർക്കാണ് ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി ഓർ ഗവൺമെൻറ് ഏജൻസി which has taken GST registration only for the purpose of deducting tax under section 51 and not for making taxable supply of goods or service. ഇതേ പോയിന്റ് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. GTA ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള വ്യക്തിക്കാണ് GTA സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഒരു GST രജിസ്ട്രേഷൻ ഉള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിക്കാണ് GTA സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത്തരം സർവീസുകൾ എന്തായി കണക്കാക്കണം?
RCM ലയബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ റെസിപ്പിയൻ്റ് ആണ് അവിടെ ടാക്സ് പേ ചെയ്യേണ്ടത്. പക്ഷേ ആ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ഈ ആൾക്കാരാണ്. ആരൊക്കെയാണ്? ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റോ ലോക്കൽ അതോറിറ്റിയോ ഗവൺമെൻറ് ഏജൻസിയോ ആണെങ്കിൽ ആ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തി ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ, മാത്രവുമല്ല അവർ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു ടാക്സബിൾ സപ്ലൈ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ല, മറിച്ച് അവർ ആ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഡിഡക്റ്റിംഗ് ടാക്സ് ആസ് പെർ സെക്ഷൻ 51 ഓഫ് CGST ആക്ട്. CGST നിയമത്തിലെ സെക്ഷൻ 51 പ്രകാരം ടാക്സ് ഡിഡക്റ്റ് ചെയ്യുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവർ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്, അല്ലാതെ അവരൊരു സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, കാരണം സെക്ഷൻ 51 പറയുന്നു നമ്മളൊരു സപ്ലൈ ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനോ ലോക്കൽ അതോറിറ്റിക്കോ ഗവൺമെൻറ് ഏജൻസിക്കോ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സപ്ലൈയുടെ മൂല്യം, വാല്യൂ ഒരു നിശ്ചിത അളവിന് മേളിൽ പോയാൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് ഉറപ്പായിട്ടും കളക്ട് ചെയ്യണം. എന്ന് മാത്രമല്ല ആ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ലോക്കൽ അതോറിറ്റി, ഗവൺമെൻറ് ഏജൻസി നമുക്ക് തരുന്ന തുകയിൽ നിന്ന് 2% ടാക്സ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? തരത്തുള്ളൂ. ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് തരത്തുള്ളൂ. അങ്ങനെ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ അവർ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം, സെക്ഷൻ 24. ശരി, ഇനി അത്തരത്തിലുള്ള ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനോ ലോക്കൽ അതോറിറ്റിക്കോ ഗവൺമെൻറ് ഏജൻസിക്കോ ആണ് GTA സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അതും ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അത്തരം സർവീസുകൾ പൂർണ്ണമായും എക്സംപ്റ്റഡ് ആണ് എന്നാണ് അവിടെ പറഞ്ഞത്. അതാണ് ഈ പോയിന്റ് നമ്പർ 18. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു ആരാണ് GTA, ഞാനതിന് വീണ്ടും ആവർത്തിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. GTA ആരാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തുടക്കത്തിൽ തന്നെ ഞാൻ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അവരൊരു പ്രത്യേക ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യും. കൺസൈൻമെൻറ്റ് നോട്ട് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ദേ വിൽ ഇഷ്യൂ. കൺസൈൻമെൻറ്റ് നോട്ടിൻ്റെ കണ്ടൻറ്റ് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. വേറൊരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. കൺസൈൻമെൻറ്റ് നോട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? Name of the consignor and consignee, registration number of the goods carriage in which goods are transported, details of goods transported, details of place of origin and destination, gross weight of consignment, GST-IN of the person liable for paying tax, whether consignor, consignee or GTA, other particulars prescribed for a tax invoice. So ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും ഏതിനകത്ത് ഉണ്ടായിരിക്കണം? കൺസൈൻമെൻറ്റ് നോട്ടിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ ഈ GTA പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതിനകത്ത് വെറുതെ ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, നോട്ട് ഓൺലി ആക്ച്വൽ ട്രാൻസ്പോർട്ടേഷൻ, അതിനകത്ത് ഇൻ്റർമീഡിയറി ആൻസിലറി സേവനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോഡിംഗ് ഉണ്ടാകും, അൺലോഡിംഗ് ഉണ്ടാകും, പാക്കിംഗ് ഉണ്ട്, അൺപാക്കിംഗ് ഉണ്ട്, ട്രാൻസ്ഷിപ്മെൻറ്റ്, ടെമ്പററി വെയർ ഹൗസിംഗ്, ഇതെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളുടെ ഭാഗമാണ്. പലപ്പോഴും ഈ GTA ഇത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മെയിൻ സർവീസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഇതിൻ്റെ അനുബന്ധമായി ഇത്തരം സർവീസുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പൊതുവേ GTA പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ ഒരു കോമ്പോസിറ്റ് സപ്ലൈ ആയിരിക്കും. കാരണം മെയിൻ സപ്ലൈ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഈ പാക്കിങ്, ലോഡിങ്, അൺലോഡിങ് എന്നൊക്കെ പറയുന്നത് ഇതിന് അനുബന്ധമായി ചെയ്യുന്ന കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ടാണ് അതിന് ബാക്കിയുള്ളതിനെല്ലാം കണക്കാക്കുന്നത്. സോ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നാലും ആ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആയിട്ടാണ് ആ എൻറ്റയർ ആക്ടിവിറ്റിയെ കണക്കാക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ലോഡിങ് അൺലോഡിങ്ങൊക്കെ ഇവർ സെപ്പറേറ്റ് ബില്ലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് സെപ്പറേറ്റ് സർവീസ്, ട്രാൻസ്പോർട്ടേഷൻ സെപ്പറേറ്റ് സർവീസ്. പലയിടത്തും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് GTA ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്താലാണ് എക്സംപ്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ബില്ലിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സെപ്പറേറ്റ് ബില്ലിങ്ങിന് ടാക്സ് വരും. ഇപ്പോൾ ഈ പോയിന്റ് തന്നെ നിങ്ങൾ നോക്കി, 18ാമത്തെ പോയിന്റ്, സർവീസ് പ്രൊവൈഡഡ് ബൈ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്താലാണ് അതിനെന്താവുക? എക്സംപ്റ്റഡ് ആവുക. പിന്നെ അതിൻ്റെ കൂടെ മറ്റ് എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്തെങ്കിൽ അത് കോമ്പോസിറ്റായി മാറുകയും പ്രശ്നമില്ല. പക്ഷേ ലോഡിങ് അൺലോഡിങ് അവർ സെപ്പറേറ്റ് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ എന്ത് വരും? GST വരും. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്കും സപ്ലൈ ഓഫ് സർവീസ് പ്രൊവൈഡഡ് ബൈ GTA ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ, സപ്ലൈ ഓഫ് സർവീസസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്നുള്ള വാക്ക് അവിടെ എന്ത് ചെയ്തിട്ടില്ല? ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്താലും അത് എന്താവും? എക്സംപ്റ്റഡ് ആവും. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും ഇത്തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും സർവീസസ് പ്രൊവൈഡഡ് ബൈ GTA ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ എ ഗുഡ്സ് കാരേജ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് ഇൻ എ ഗുഡ്സ് കാരേജ്. യെസ്.
സോ അതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ള ഒരു പോയിന്റ്. സോ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ, 18 പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മളിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതർ ട്രാൻസ്പോർട്ട് റിലേറ്റഡ് സർവീസസ്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് കണ്ടു, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് സർവീസസ് കണ്ടു. അതുപോലെ തന്നെ ഇനി ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ചില സർവീസസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ അതർ ട്രാൻസ്പോർട്ട് റിലേറ്റഡ് സർവീസസ്. സോ പോയിന്റ് നമ്പർ ഓവറോൾ 19 ആണ്. സർവീസസ് ബൈ വേ ഓഫ് ഗിവിംഗ് ഓൺ ഹയർ, അതായത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഗിവിംഗ് ഓൺ ഹയർ, എന്താണ് വാടകയ്ക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആർക്കാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ടു എ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്. ഇപ്പോൾ KSRTC എന്താണ് വാടകയ്ക്ക് കൊടുക്കുന്നത്? എ മോട്ടോർ വെഹിക്കിൾ മെൻറ്റ് ടു ക്യാരി മോർ ദാൻ 12 പാസഞ്ചേഴ്സ്. ഇപ്പോൾ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിളാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്. വെഹിക്കിളിൻ്റെ പ്രത്യേകത 12-ലധികം ആൾക്കാരെ കയറ്റാൻ പറ്റുന്ന വാഹനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബസ്, നമ്മൾ KSRTCക്ക് സ്വന്തമായിട്ട് ബസ് ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ബസ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കും. മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ KSRTC ഈവൻ ഇപ്പോൾ സ്വന്തമായിട്ട് ബസ് നിർമ്മിച്ച് വരെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പോട്ടെ, ഇപ്പോൾ സ്വയം പര്യാപ്തത എന്ന് പറയുന്ന സംഭവം വരുമല്ലോ, സെൽഫ് എഫിഷ്യൻസി വരുമല്ലോ. അതല്ലാതെ മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ KSRTCക്ക് സ്വന്തമായിട്ട് ബസ് ഇല്ലാത്തൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഇപ്പം നിലവിൽ ആ പ്രശ്നം ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് എത്രത്തോളം ശരിയാണോ ഇല്ലയോ ഒന്നും ഇല്ല, മേ ബി. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിന് നമ്മൾ ഒരു ബസ്, അപ്പോൾ 12-ലധികം ബസ് എന്നുള്ള വാക്കല്ല, 12-ലധികം ആൾക്കാരെ കയറ്റാൻ പറ്റുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെയ്ത സർവീസ് ഒരു എക്സംപ്റ്റഡ് സർവീസാണ്. അതുപോലെ തന്നെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആർക്കാണ്? ടു എ ലോക്കൽ അതോറിറ്റി. ഒരു ലോക്കൽ അതോറിറ്റിക്ക് വാഹനം വാടകയ്ക്ക് കൊടുക്കുകയാണ്. ആൻ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ EOV മെൻറ്റ് ടു ക്യാരി മോർ ദാൻ 12 പാസഞ്ചേഴ്സ്. അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റിക്ക് ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇവർക്കൊക്കെയാണ് നമ്മൾ ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. ലോക്കൽ അതോറിറ്റിക്ക് നമ്മൾ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ, അതായത് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? അത് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. മെൻറ്റ് ടു ക്യാരി മോർ ദാൻ 12. അപ്പോൾ അതായത് ഇലക്ട്രിക് ബസ്, 12-അധികം ആൾക്കാരെ കയറ്റാൻ പറ്റുന്ന മോട്ടോർ വെഹിക്കിൾ എക്സാമ്പിൾ എന്താണ്? ഇലക്ട്രിക് ബസ്. അപ്പോൾ ഒരു ലോക്കൽ അതോറിറ്റിക്ക് നമ്മൾ ഇലക്ട്രിക് ബസ് വാടകയ്ക്ക് കൊടുക്കുന്നു. ശരിക്കും ഇതിൻ്റെ പിന്നിലൊരു ഈ ഒരു പോയിന്റിൻ്റെ പിന്നിലൊരു കണ്ടെക്സ്റ്റ് ഉണ്ട്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ചില സെലക്റ്റഡ് ആയിട്ടുള്ള സിറ്റീസിനെ സ്മാർട്ട് സിറ്റി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ബസ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ബസ്സുകൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സ്മാർട്ട് സിറ്റി വരുമ്പോഴത്തേക്കും ഇവിടുത്തെ റോഡുകളിലൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. റോഡുകളൊക്കെ നവീകരിക്കപ്പെടുന്നു. നിലവിലുണ്ടായിരുന്ന റോഡ് സിസ്റ്റം അല്ല ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മുടെ റോഡിലൂടെ പോകുമ്പോൾ ഒരുപാട് നമ്മൾ കാണാറുണ്ടല്ലോ പോസ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷനൊക്കെ പുതിയ മോഡേൺ ടെക്നോളജി വഴി അണ്ടർഗ്രൗണ്ട് വഴിയൊക്കെ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഇവിടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങും ഉണ്ട്. അപ്പോൾ ഇവർ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റോഡുകളെല്ലാം നവീകരിക്കപ്പെടുന്നു, ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടുത്തെ ഇലക്ട്രിഫിക്കേഷൻ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു, വാട്ടർ സപ്ലൈ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു പ്രദേശത്തെ സ്മാർട്ട് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, ആ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സിറ്റിയിൽ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ലോക്കൽ അതോറിറ്റീസ്, അപ്പോൾ ആ സ്മാർട്ട് സിറ്റി വരുന്നത്, സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ലോക്കൽ അതോറിറ്റിയുടെ കീഴിലായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കീഴിലാണ്. അപ്പോൾ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന് ഫണ്ട് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുവാനോ വാടകയ്ക്ക് എടുക്കുവാനോ. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ട് ഉപയോഗിച്ച് ദേ വിൽ ബൈ ഓർ എന്ത് ചെയ്യും? ദേ വിൽ ടേക്ക് ഓൺ ലീസ്, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ലീസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്?
ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വിട്ടു. ഒന്നുകിൽ അവർ നേരിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടത്തുകയോ അല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ വാങ്ങുന്നത് എന്ത് ചെയ്യുകയാണ്, മറ്റുള്ളവർക്ക് ലീസിന് കൊടുക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് ഈ പോയിന്റിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഹയർ ചെയ്യുകയാണ് എന്ന് വെച്ചാൽ വാടകയ്ക്ക് കൊടുക്കുകയാണ്. ആർക്കാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്? ലോക്കൽ അതോറിറ്റിക്ക്. എന്ത്? ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് വെഹിക്കിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മെൻ ടു ക്യാരി മോർ ദാൻ 12 പാസഞ്ചേഴ്സ്. സോ അത്തരം സർവീസസ് ഇവിടെ പൂർണ്ണമായിട്ടും എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. അതിന് ടാക്സബിലിറ്റി ഉണ്ടാവുകയില്ല. ഇനി ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ നമ്മുടെ പ്രത്യേകം ഇലക്ട്രിക്കൽ എനർജിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നത് ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസിക്കാണ്. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസിക്ക് എന്താണ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നത്? മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രക്ക്, ലോറി ഇങ്ങനെയുള്ള സംഭവങ്ങൾ വാടകയ്ക്ക് കൊടുത്താൽ അതൊരു എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസാണ്. അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് സ്റ്റുഡൻസ്, ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ്. അപ്പോൾ സ്റ്റുഡൻസിനെയും ഫാക്കൽറ്റിയെയും സ്റ്റാഫിനെയും, അതായത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റുഡൻസിനെയും ഫാക്കൽറ്റീസിനെയും സ്റ്റാഫിനെയും കൊണ്ടുപോകുന്ന വാഹനം വാടകയ്ക്ക് കൊടുക്കുകയാണ്. ആർക്കാണ് വാഹനം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്? ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? നോക്കാം. ടു എ പേഴ്സൺ പ്രൊവൈഡിംഗ് സർവീസസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്റ്റുഡൻസ്, ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ് ടു ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് സർവീസസ് ബൈ വേ ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അപ് ടു ഹയർ സെക്കൻഡറി സ്കൂൾ ഓർ ഇക്വലന്റ്. അതായത് ഇവിടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രീ സ്കൂളാണ്. അതായത് ഇപ്പോൾ LKG UKG അതുമുതൽ ഹയർ സെക്കൻഡറി +2 വരെയുള്ള, അതായത് നമ്മുടെ സ്കൂളുകളുണ്ടല്ലോ. അപ്പോൾ സ്കൂളുകളിലെ കുട്ടികളുടെയും ഫാക്കൽറ്റീസിൻ്റെയും സ്റ്റാഫിൻ്റെയും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഈ സ്കൂള് ഒരാളിൽ നിന്ന് വാഹനം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം എന്നിൽ നിന്നാണ് ഞാനാണ് ആ സ്കൂളിന് വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നത്. ഇനി എൻ്റെ ഒരു 5 വെഹിക്കിൾ ഞാൻ ആ സ്കൂളിന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ 5 ബസ് അല്ലെങ്കിൽ എൻ്റെ 5 വാൻ ഞാൻ ആ സ്കൂളിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു വാൻ ഈ പറഞ്ഞതുപോലെ റിപ്പയറായി, മെയിൻ്റനൻസ് ആയി. ഇപ്പോൾ സ്കൂളിൽ 5 കൊടുക്കണമല്ലോ. 5 വെഹിക്കിളിലും കുട്ടികളെ കൊണ്ടുപോകണം. അപ്പോൾ അതിൽ ഒന്ന് റിപ്പയർ ആകുമ്പോൾ അവിടെ പ്രശ്നമാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഒരു വണ്ടി റിപ്പയർ ആയപ്പോൾ ഞാൻ പുറത്തുനിന്നൊരു വാഹനം വാടകയ്ക്കെടുത്ത് സ്കൂളിന് കൊടുത്തു. ഞാനിപ്പോൾ അത് വാടകയ്ക്കെടുത്തത് നിങ്ങളിൽ നിന്നാണെന്ന് വെച്ചു. സോ നിങ്ങളിൽ നിന്ന് ഞാനത് വാടകയ്ക്കെടുത്ത് സ്കൂളിന് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ എനിക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, നിങ്ങൾ എനിക്കിപ്പോൾ വാഹനം വാടകയ്ക്ക് തന്നിരിക്കുകയാണ്. എന്തിനാണ് ഈ വാഹനം വാടകയ്ക്ക് തന്നത്? പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ പാസഞ്ചർ ആരാണ്? സ്റ്റുഡൻസ്, ഫാക്കൽറ്റി, സ്റ്റാഫ് ഓഫ് സ്കൂൾ ആണല്ലോ. ഇനി ഞാൻ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഇത് സ്കൂളിന് വാടകയ്ക്ക് കൊടുക്കുകയാണ്. ശരിയല്ലേ? സോ നിങ്ങൾ എനിക്ക് ചെയ്ത സർവീസ് ടാക്സബിൾ ആണോ എക്സംപ്റ്റഡ് ആണോ? ഇവിടെ പറയാണ് നിങ്ങൾ എനിക്ക് ചെയ്ത സർവീസ് എക്സംപ്റ്റഡ് ആണ്. ദാറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. സോ ദാറ്റ് ഈസ് ദി പോയിന്റ്. സോ ഇവിടെ ഒരു CBISയുടെ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് റെന്റിംഗ് ഓഫ് വെഹിക്കിൾ ടു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ആൻഡ് ലോക്കൽ അതോറിറ്റി. അപ്പോൾ ഇവിടെ ഈ ഗിവിംഗ് ഓൺ ഹയർ, വാടകയ്ക്ക് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാടകയ്ക്ക് ഗിവിംഗ് ഓൺ ഹയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റെന്റിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിൾ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഗിവിംഗ് ഓൺ ഹയർ ഇൻക്ലൂഡ്സ് റെന്റിംഗ് ഓഫ് വെഹിക്കിൾ. Accordingly, where the said vehicles are rented or given on hire to state transport undertaking and local authority, said service are eligible for above exemption, irrespective of whether such vehicles are run on route timing as desired by state transport undertaking or local authorities and under effective control of state transport undertaking or local authority which determine the rules operation of flying and work. അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആൾ പിന്നെ നമ്മൾ അവരത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്, വാടകയ്ക്ക് എടുത്ത വ്യക്തി ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് തന്നെയാണ്? എക്സംപ്റ്റ് ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ സച്ച് വെഹിക്കിൾസ് ആർ റൺ ഓൺ റൂട്ട്, അത് റൂട്ടിൽ ഓടാൻ വേണ്ടിയിട്ടാണ് അത് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടൈമിംഗ് ആസ് ഡിസൈഡഡ് ബൈ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്, ലോക്കൽ അതോറിറ്റി ആൻഡ് അണ്ടർ എഫക്റ്റീവ് കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് അണ്ടർടേക്കിംഗ്സ് ഓർ ലോക്കൽ അതോറിറ്റി ഡിറ്റർമിൻ അണ്ടർ റൂൾസ്. യെസ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടം, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതാണ് ഓക്കെ. അപ്പോൾ അത് ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന വ്യക്തിക്ക് ആ ഒരു എക്സംഷൻ എൻജോയ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 20. സർവീസസ് ബൈ വേ ഓഫ് ആക്സസ് ടു എ റോഡ് ഓർ ബ്രിഡ്ജ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ടോൾ ചാർജസ്. നമ്മളെല്ലാം ടോൾ കൊടുത്ത് പോകുന്ന ആൾക്കാരാണ്. ടോൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ
ചോദ്യം ഇതാണ്, ടോൾ ചാർജസിൻ്റെ മേളിൽ GST ഉണ്ടോ? ഇല്ല. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ടോൾ ചാർജസ്, ടോൾ പ്ലാസകളിൽ നമ്മൾ വണ്ടി നിർത്തി ടോളിന് വേണ്ടി കാശ് കൊടുക്കുമ്പോൾ ആ കാശിൻ്റെ കൂടെ GST ഈടാക്കാൻ പാടില്ല. സോ ടോൾ സർവീസസിന് പൂർണ്ണമായിട്ടും GST എക്സംഷൻ ഉണ്ടായിരിക്കും. സോ സർവീസസ് ബൈ വേ ഓഫ് ആക്സസ് to a road or bridge on payment or toll charge is exempt from GST. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് 2 ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പലപ്പോഴും ടോൾ എന്ന് പറയുന്നത് ചെറിയൊരു ചാർജ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഈ ഫാസ്റ്റാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 ഇരട്ടി എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ പേയ്മെൻറ്റിൻ്റെ മേളിൽ GST ഉണ്ടോ? അപ്പോൾ ഇവിടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് പെർമിറ്റഡ് ഓവർലോഡ് വെഹിക്കിൾ ടു പ്ലൈ ഓൺ നാഷണൽ ഹൈവേ ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ഹയർ ടോൾ ചാർജസ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേസ് ഈ ഓവർലോഡ് കയറ്റിയ വാഹനങ്ങളെ ഹൈവേയിലൂടെ സഞ്ചരിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. അവർക്കും ഹൈവേയിലൂടെ സഞ്ചരിക്കാം, പക്ഷേ അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഈ എക്സ്ട്രാ കൊടുക്കുന്ന പേയ്മെൻറ്റിൻ്റെ മേളിൽ GST വരുമോ എന്നുള്ളതാണ്. ഇല്ല, ആ എക്സ്ട്രാ വരുന്ന പേയ്മെൻറ്റിൻ്റെ മേളിൽ GST വരില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ ഫാസ്റ്റാഗ് ഇല്ലാത്ത കേസിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ പേയ്മെൻറ്റ്, അഡീഷണൽ ചാർജസ്, നേച്ചർ ഓഫ് ടോൾ ചാർജ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് അഡീഷണൽ ടോൾ ചാർജ്. അപ്പോൾ അഡീഷണൽ കൊടുക്കുന്ന ടോൾ ചാർജസ് ഇതിൻ്റെ മേളിൽ നമുക്ക് GST വരുമോ എന്നുള്ളത്. അതിനും ഈ ഫാസ്റ്റാഗ് ഇല്ലാത്ത കേസിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ പേയ്മെൻറ്റിൻ്റെ മേളിലും നമുക്ക് GST വരില്ല എന്ന് തന്നെയാണ്. So therefore it is clarified that additional fee collected in the form of higher toll charge from the vehicle not having FASTag is essentially payment of toll for allowing access to road or bridges to such vehicle and may be given the same treatment as given to the toll charge. അപ്പോൾ അതിനെ നമ്മൾ ടോൾ ചാർജ് ആയിട്ട് തന്നെ കണ്ട് അതിൻ്റെ മേളിൽ എന്ത് വരില്ല? GST വരില്ല. നെക്സ്റ്റ് പോയിന്റ്, സപ്ലൈ ഓഫ് സർവീസസ് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസിറ്റ് കാർഗോ to Nepal and Bhutan. സർവീസസ് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസിറ്റ് കാർഗോ. അപ്പോൾ നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും നമ്മൾ എന്ത് ചെയ്യാണ്? ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാണ്, കാർഗോ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സർവീസ് പൂർണ്ണമായിട്ടും എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ് GSTയിൽ നിന്ന്. ചെറിയൊരു പോയിൻ്റാണ്. ദെൻ സർവീസസ് ബൈ വേ ഓഫ് ഗ്രാൻഡിങ് നാഷണൽ പെർമിറ്റ് ടു ഗുഡ്സ് കാരേജ് ടു ഓപ്പറേറ്റ് ത്രൂ ഔട്ട് ഇന്ത്യ കണ്ടിഗ്യുവസ് സ്റ്റേറ്റ്സ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതുപോലെ ത്രൂ ഔട്ട് ഇന്ത്യ ഓർ കണ്ടിഗ്യുവസ് സ്റ്റേറ്റ്സ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ പെർമിറ്റ് ലോറികൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ട്രക്കുകൾ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ നാഷണൽ പെർമിറ്റ് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താലാണ് ഇപ്പോൾ കേരളത്തിൽ ഓടുന്ന ഒരു ട്രക്കിന്, കേരളത്തിൽ ഓടുന്ന ലോറിക്ക് തമിഴ്നാട്ടിലേക്ക് പോകണം. അപ്പോൾ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്റ്റേറ്റുകളാണ് കണ്ടിഗ്യുവസ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സോ കണ്ടിഗ്യുവസ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കർണാടക വരുന്നുണ്ട്, തമിഴ്നാട് വരുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ പുതുച്ചേരി വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നാഷണൽ പെർമിറ്റ് ഉണ്ടാവണം. അങ്ങനെ പെർമിറ്റിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പണത്തിന് GST വരുമോ? പെർമിറ്റ് ചാർജസിൻ്റെ മേളിൽ GST ഉണ്ടോ? ഇല്ല, അതാണ് വ്യക്തമാക്കുന്നത്. ദർ ഇസ് നോ GST ഓൺ ദീസ് നാഷണൽ പെർമിറ്റ് ഓഫ് ഫീസ് ഫോർ ഗുഡ്സ് കാരേജസ്. സോ പോയിന്റ് നമ്പർ 23. Okay, next services provided by certain specified bodies. നമ്മുടെ രാജ്യത്തെ ചില പ്രധാന സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ പൂർണ്ണമായും എക്സംപ്റ്റഡാണ്. ഇത് ഏതൊക്കെയാണ് ഈ സ്ഥാപനങ്ങൾ എന്നുള്ളത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ഈ ഇത്രയും കാലത്തെ പഠനത്തിനിടയിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ ഉണ്ടാകും. നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ. നമ്മൾ ലോയൊക്കെ പഠിക്കുമ്പോൾ EPF പഠിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. സോ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO അതിൻ്റെ അംഗങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ പൂർണ്ണമായിട്ട് EPFൽ മെമ്പറായിട്ടുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ പൂർണ്ണമായിട്ടും എന്ത് തന്നെയാണ്? എക്സംപ്റ്റഡ് ആയിരിക്കും. അതാണ് സർവീസസ് പ്രൊവൈഡഡ് ബൈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ടു ദി പേഴ്സൺ ഗവേൺഡ് അണ്ടർ EPF ആൻഡ് മിസ്സലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 1952. നമ്മുടെ EPF നിയമം 1952 നിയമത്തിൻ്റെ അകത്ത് കവർ ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന EPFO എന്ന് പറയുന്ന സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സേവനം എക്സംപ്റ്റഡാണ്.
അതേപോലെ തന്നെ ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകളിൽ PF പറ്റി പഠിക്കുന്നുണ്ട്, ESIയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും, അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ESI ആക്ട് 1948 ഇപ്പോൾ EPF പോലെ തന്നെ ഉള്ള ഒരു സംഭവമാണ്. അതൊരു എംപ്ലോയി ലേബർ ലോയാണ്. അതിനകത്ത് കവർ ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ നമ്മുടെ ESI കോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സേവനം പൂർണ്ണമായും എക്സംപ്റ്റഡാണ്. ഇതിനു മുന്നേ IRDA പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ, SEBI പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ ഒക്കെ എക്സംപ്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം അതെല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ നിലവിൽ അത് ഇല്ല. അതേപോലെ തന്നെ കോൾ മൈൻ പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോൾ മൈൻസുകളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കുറച്ചുകൂടി കൂടുതൽ PF ആനുകൂല്യമുണ്ട്. അതിനുവേണ്ടി അവർക്ക് പ്രത്യേക നിയമമാണ് കോൾ മൈൻ പ്രോവിഡൻറ്റ് ഫണ്ട് ആൻഡ് മിസ്ലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 1948 എന്നാണ്. സോ ആ ഓർഗനൈസേഷൻ അതിൽ കവർ ചെയ്തിരിക്കുന്ന അംഗങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം പൂർണ്ണമായും എക്സംപ്റ്റഡ് ആണ്. പിന്നെ നമുക്കറിയാം NPS, നാഷണൽ പെൻഷൻ സിസ്റ്റം അല്ലേ, NPS ഇൻകം ടാക്സിൽ ഉൾപ്പെടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. NPS എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് NPS, എംപ്ലോയിയുടെ കയ്യിൽ അത് സാലറിയായി കണക്കാക്കണം, പഠിച്ചിട്ടില്ലേ? യെസ്, അതേ കോൺട്രിബ്യൂഷൻ തന്നെ എംപ്ലോയർക്ക് സെക്ഷൻ 36 പ്രകാരം എന്ത് ചെയ്യാം, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. 36(1)(4) പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എംപ്ലോയിക്ക് അത് 80CCD 1(1)(b) പ്രകാരമൊക്കെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ എംപ്ലോയർ ചെയ്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ 80CCD 2 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അത് ഓൾഡ് ടാക്സ് റെജിം ചൂസ് ചെയ്താലും ന്യൂ ടാക്സ് റെജിം ചൂസ് ചെയ്താലും ഡിഡക്ഷൻ ക്ലെയിം ചെയ്തൊക്കെ നമ്മൾ ഇൻകം ടാക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ആ NPS ഒരു ട്രസ്റ്റാണ്. ആ NPS അതിൻ്റെ അംഗങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം പൂർണ്ണമായി MPSൻ്റെ എംപ്ലോയി അല്ല, അതിലെ മെമ്പറായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിലെയും ഗവൺമെൻറ്റിലെയും എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്. അതിന് അവരുടെ കയ്യിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഫീ എന്ന് പറഞ്ഞൊരു തുക ഈടാക്കുന്നുണ്ട്. ആ തുകയുടെ മേളിൽ GST ഉണ്ടായിരിക്കില്ല. ഓക്കെ, സ്പെസിഫൈഡ് ബോഡീസിൽ പിന്നീട് വരുന്നത് സാറ്റലൈറ്റ് ലോഞ്ചിങ് സർവീസ്. മുമ്പ് ഇത് റെസ്ട്രിക്റ്റഡ് ടു വളരെ കുറച്ച് ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനം മാത്രമേ, അതായത് ISRO ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ മാത്രമേ നേരത്തെ എക്സംപ്റ്റഡ് ആയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ സാറ്റലൈറ്റ് പുതിയ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഒരുപാട് സ്റ്റാർട്ടപ്പുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഈസ് ഓൾസോ പ്രൊമോട്ടിങ് സ്റ്റാർട്ടപ്പ് ഫങ്ഷനാലിറ്റീസ് ഇൻ ദീസ് ടെക്നിക്കൽ ഏരിയാസ് ഓൾസോ. സയൻറ്റിഫിക് റിസർച്ചിന് കൂടുതൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഇപ്പോൾ തന്നെ പൊതുവേ നമ്മളിപ്പോൾ നോക്കാറുണ്ട്, സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും കൂടുതൽ വരുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ, അതേപോലെ തന്നെ ചൈന. പക്ഷേ ഈ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ വരുന്ന സ്റ്റാർട്ടപ്പുകൾ കുറച്ചുകൂടി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ടെക്നിക്കാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർ വളരെ മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ടെക്നോളജി ചൈന ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മേഖലയിൽ സ്റ്റാർട്ടപ്പുകൾ വരുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രയും തന്നെ സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്ത് വരുന്ന ഒരു ലേറ്റസ്റ്റ് കണക്കനുസരിച്ചാണെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ കൂടുതലും ഈ ഫുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാർട്ടപ്പുകളാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ എൻ്റർടൈൻമെൻറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ അതൊരു വലിയ വ്യത്യാസമാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ബിസിനസ് വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ട് രാജ്യങ്ങളിലും ബിസിനസ് വളരുന്നുണ്ട്, പക്ഷേ ക്വാളിറ്റി ഓഫ് ബിസിനസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തരം സാറ്റലൈറ്റ് ലോഞ്ച് സർവീസുകളിൽ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എൻകറേജ്മെൻറ്റ് ആവട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സാറ്റലൈറ്റ് ലോഞ്ച് സർവീസുകൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ISRO, അതുപോലെ തന്നെ ആൻട്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഓർ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, ഇങ്ങനെയുള്ള 3 സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സാറ്റലൈറ്റ് ലോഞ്ച് സർവീസ് മാത്രമേ എക്സംപ്റ്റഡ് ആയിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഈ മേഖലയിൽ ഈ പറയുന്ന സർവീസുമായി വന്നാലും അവരെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സേവനം പൂർണ്ണമായും എക്സംപ്റ്റഡ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 30. ഓക്കെ, അടുത്തതായിട്ട് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. ഇൻഫാക്റ്റ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ ബാങ്കിങ് സർവീസസ് അതുപോലെ ഏതൊക്കെ ഫൈനാൻഷ്യൽ സർവീസസ് ആണ് നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ട് വരിക. ഒന്ന്,
ആദ്യം നേരത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ അത് കളഞ്ഞു. സോ ഇപ്പോൾ നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് GST ലയബിലിറ്റി വരുന്നുണ്ട്. നമ്മുടെ പോയിന്റ് നമ്പർ 32 നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവീസസ് ബൈ വേ ഓഫ് ഇന്റർസേ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഫോറിൻ കറൻസി എമംഗ് ബാങ്ക് ഓർ ഓതറൈസ്ഡ് ഡീലേഴ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓർ എമംഗ് ബാങ്ക് ആൻഡ് സച്ച് ഡീലേഴ്സ്. നമ്മൾ വാല്യൂ സപ്ലൈ അതിൻ്റെ വാല്യുവേഷൻ റൂൾസൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫോറിൻ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കാര്യം. അപ്പോൾ ഫോറിൻ കറൻസി നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കണം. അതിനെ എങ്ങനെ വാല്യൂ ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. റൂൾ 32-നകത്ത് നമ്മൾ എങ്ങനെയാണ് ഇത്തരം വാല്യുവേഷൻ ചെയ്യേണ്ടതെന്നുള്ളത് വീണോ. പക്ഷേ ഇവിടെ പറയാണ് ശരി, അപ്പോൾ നിങ്ങൾ ഫോറിൻ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ആര് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു? ബാങ്ക്. ആരിൽ നിന്നാണ്? മറ്റൊരു ബാങ്കിൽ നിന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിന് വിൽക്കുകയോ ചെയ്താൽ അപ്പോൾ ബാങ്കുകൾ പരസ്പരം ചെയ്യുന്ന ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ പൂർണ്ണമായും എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഓതറൈസ്ഡ് ഡീലേഴ്സും അതായത് RBIയുടെ ലൈസൻസ് ഉള്ള ഫോറിൻ കറൻസി വാങ്ങാനും വിൽക്കാനും ലൈസൻസ് ഉള്ള ഓതറൈസ്ഡ് ഡീലേഴ്സ് ഇത്തരത്തിൽ എന്ത് ചെയ്യുകയാണ്? ഫോറിൻ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആരിൽ നിന്ന്? പൊതുജനങ്ങളിൽ നിന്നോ കമ്പനികളിൽ നിന്നോ അല്ല, അവർ പരസ്പരം ഓതറൈസ്ഡ് ഡീലേഴ്സ് പരസ്പരം ചെയ്യുന്നത് എക്സംപ്റ്റഡ് ആണ്. സോ ഒരു ബാങ്കുകൾ പരസ്പരം ചെയ്യുന്നതും ഓതറൈസ്ഡ് ഡീലേഴ്സ് പരസ്പരം ചെയ്യുന്നതും എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ബാങ്കും ഓതറൈസ്ഡ് ഡീലേഴ്സും തമ്മിൽ ചെയ്യുന്ന ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസും അതായത് വാങ്ങി വിൽപ്പനയും ഈ പറഞ്ഞതുപോലെ എക്സംപ്റ്റഡ് ആയിരിക്കും. സോ അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എക്സ്റ്റെൻഡിങ് ഡെപ്പോസിറ്റ്സ്, ലോൺസ് ഓർ അഡ്വാൻസസ്. നമ്മൾ ലോൺ കൊടുക്കുന്നു, കടം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതുവഴി നമുക്ക് എന്ത് കിട്ടുകയാണ്? ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കൺസിഡറേഷനാണ്. നമ്മെ സംബന്ധിച്ച് കൺസിഡറേഷൻ. ഫോർ ഗെറ്റിംഗ് ദാറ്റ് ഇൻട്രസ്റ്റ് വി ആർ ഗിവിംഗ് ലോൺ ഓർ വി ആർ ഗിവിംഗ് അഡ്വാൻസ് ഓർ വി ആർ മേക്കിംഗ് ഡെപ്പോസിറ്റ്സ്. So now the question is whether GST is applicable on such interest element. ആ കൺസിഡറേഷൻ്റെ മേളിൽ GST വരുമോ? ഇവിടെ പറയാണ് if you are giving money as deposit or loan or advance, it is an exempted supply. അത് നിങ്ങൾ എന്തായി കണക്കാക്കണ്ട? യെസ്, അതൊരു കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇനീഷ്യൽ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പലിശ മേടിച്ചുകൊണ്ടാണ് നിങ്ങൾ പണം കൊടുക്കുന്നതെങ്കിൽ അതൊരു സർവീസാണ്. വെറുതെ പണം കൊടുത്താൽ അതൊരു സർവീസ് അല്ല. പക്ഷെ പലിശ മേടിച്ചുകൊണ്ടാണ്, കൺസിഡറേഷൻ മേടിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പണം കൊടുക്കുന്നതെങ്കിൽ അതൊരു സർവീസായിട്ട് കണക്കാക്കണം. ഇനി ഇവിടെ കുറച്ചുകൂടി ചേർത്ത് പറയാണ്, അതൊരു സർവീസ് ആണെങ്കിൽ അതൊരു എക്സംപ്റ്റഡ് സർവീസാണ്. ആ പലിശയുടെ മേളിൽ നിങ്ങൾക്ക് GST ലയബിലിറ്റി വരില്ല. അപ്പോൾ എക്സ്റ്റെൻഡിങ് ഡെപ്പോസിറ്റ്സ്, ലോൺസ് ഓർ അഡ്വാൻസസ് ഇൻ സോ ഫാർ ആസ് എ കൺസിഡറേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട്. നമ്മൾ ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാന്നൊക്കെ പറയില്ല. സോ ആ ഡിസ്കൗണ്ടിങ് ചാർജസിൻ്റെ മേളിൽ ഈ പറഞ്ഞതുപോലെ എന്ത് വരില്ല? GST വരില്ല. സോ ഇൻട്രസ്റ്റിൻ്റെ മേളിലോ ഡിസ്കൗണ്ടിങ് ചാർജസിൻ്റെ മേളിലോ എന്ത് വരില്ല? GST വരില്ല. പക്ഷേ ഇൻട്രസ്റ്റിൻ്റെ മേളിൽ GST വരില്ല എന്ന് പറയുമ്പോൾ പോലും ക്രെഡിറ്റ് കാർഡ് സർവീസുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റിൻ്റെ മേളിൽ നമുക്ക് GST ലയബിലിറ്റി വരിക തന്നെ ചെയ്യും. സോ അതാണ് ഇവിടെ അതർ ദാൻ ഇൻട്രസ്റ്റ് ഇൻവോൾവ് ഇൻ ക്രെഡിറ്റ് കാർഡ് സർവീസസ് എന്ന് പറഞ്ഞിരിക്കും. അതാണ് പോയിന്റ്. ഇവിടെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ സേവിങ്സ് ഡെപ്പോസിറ്റ്സ്. നമ്മൾ ബാങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അതിൻ്റെ മേളിൽ GST വരില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലോൺ, ഓവർ ഡ്രാഫ്റ്റ്, CC സംവിധാനങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ബാങ്കുകളാണ് പൊതുവെ അത് ചെയ്യുക. അതിൻ്റെ മേളിൽ GST ഉണ്ടാവില്ല. അതുപോലെ തന്നെ മോർഗേജ്, കൊളാട്രൽ സെക്യൂരിറ്റീസ് സ്വീകരിച്ചുകൊണ്ട് ലോൺ കൊടുക്കുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ മേളിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല? GST വരില്ല. അതുപോലെ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്സുകൾ കമ്പനികളിലൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സോ പറഞ്ഞു വരുന്നത് ഇൻട്രസ്റ്റ്, നമ്മൾ കടം കൊടുക്കുന്നു. പലരും പല രീതിയിൽ കൊടുക്കാറുണ്ട്. അതിൻ്റെ മേളിൽ വരുന്ന ഇൻട്രസ്റ്റിൻ്റെ മേളിൽ GST വരില്ല. സോ അതിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ ഈ 4 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റിനാണ് നമുക്ക് GST ഇല്ലാത്തത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ലോണ് കൊടുക്കാൻ നേരത്ത് ഒരു ബാങ്ക് ലോണ് കൊടുക്കാൻ നേരത്ത് ലോൺ പ്രോസസ്സിംഗ് ഫീ, ഡോക്യുമെൻറ്റേഷൻ ഫീ, ആ ചാർജ്, ഈ ചാർജ് എന്നൊക്കെ പറഞ്ഞ് പല തുക നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? മേടിക്കാറുണ്ട്. ഇപ്പോൾ നോക്കൂ, സർവീസ് ചാർജസ് ഓർ ഫീസ്, ഡോക്യുമെൻറ്റേഷൻ ഫീസ്, ബ്രോക്കിംഗ് ചാർജസ്, അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ്, എൻട്രി ചാർജസ്, സച്ച് ലൈക്ക് ഫീസ് ഓർ ചാർജസ് കളക്റ്റഡ് ഓവർ ആൻഡ് അബവ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിന് പുറമെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. നോർമലി ഒരു ലോൺ പ്രോസസ്സ് ആവുന്ന സമയത്താണ് ഈ പറയുന്ന ചാർജസ് എല്ലാം എന്ത് ചെയ്യുന്നത്? ഈടാക്കുന്നത്.
ഇവയെല്ലാം തന്നെ ടാക്സബിൾ ആണ്. ഇതിനൊന്നും തന്നെ എന്തില്ല, എക്സംഷൻ ഇല്ല, ആർ നോട്ട് എക്സംപ്റ്റ്, ദസ് റെപ്രസെൻറ്റ് ടാക്സബിൾ കൺസിഡറേഷൻ. സോ ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ്. then അതുപോലെ തന്നെ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് ഓർ ചെക്ക് ഡിസ്കൗണ്ടിങ് ഓർ എനി അതർ സിമിലർ ഫോം ഓഫ് ഡിസ്കൗണ്ടിങ് ഈസ് കവേർഡ് ഓൺലി ടു ദ എക്സ്റ്റെൻഡ് കൺസിഡറേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ വേ ഓഫ് ഡിസ്കൗണ്ട്. ആസ് സച്ച് ഡിസ്കൗണ്ട് ഈസ് എ മാനർ ഓഫ് എക്സ്റ്റെൻഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഓർ എ ലോൺ. അപ്പോൾ നമ്മൾ ഈ ബിൽ ഡിസ്കൗണ്ടിങ് ചാർജസിൻ്റെ മേളിൽ GST നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻട്രസ്റ്റിൻ്റെയും ഡിസ്കൗണ്ടിൻ്റെയും മേളിൽ നമുക്ക് ഇല്ല. അപ്പോൾ ഡിസ്കൗണ്ടിങ് ചാർജസിൻ്റെ മേളിൽ നമുക്ക് GST ഉണ്ടാവില്ല, അത് പൂർണ്ണമായും എക്സംപ്റ്റ് തന്നെയാണ്. Then any interest or delayed payment charges charged to client for delay in payment of brokerage amount or settlement obligation or margin trading facility. ഈ സെറ്റിൽമെൻറ്റ് ഒബ്ലിഗേഷൻ ഓഫ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാർക്ക് ഇപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ലോണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഈ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഷെയർ വാങ്ങി വിൽക്കുന്ന പരിപാടി മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡെറിവേറ്റീവ് ട്രേഡിംഗ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ, അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഇൻട്രാഡേ ട്രേഡിംഗ് എന്നൊക്കെ പറയും. ഇത്തരം ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഷെയറും ഇത്തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് വാങ്ങാനും വിൽക്കുവാനുമുള്ള പണം ആര് നൽകും? നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ നിങ്ങൾക്ക് തരും. അത് കടമായിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടാകത്തുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ ട്രേഡ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ അനുവദിക്കും. അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഉള്ളത് ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങൾക്ക് ട്രേഡിംഗ് അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് പ്രോപ്പർ റിട്ടേൺ എടുക്കാൻ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം മാർജിൻ എടുത്ത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതല്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ യു വിൽ എൻഡ് അപ്പ് ഇൻ ഹ്യൂജ് ലോസ്. സോ കടം കിട്ടുന്ന പൈസയല്ലേ, കയ്യിൽ പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്, പക്ഷേ നഷ്ടം വന്നാൽ ഒരു വലിയ നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ആ ട്രേഡ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ പോട്ടെ, എന്തായാലും നമ്മുടെ മേഖലയല്ല അത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിൻ മണി നിങ്ങൾക്ക് നൽകും. മാർജിൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുന്ന പണത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ ബ്രോക്കർ നിങ്ങൾക്ക് തന്ന് സഹായിക്കും. അത് ചുരുക്കി പറഞ്ഞാൽ അതെന്ത് തന്നെയാണ്? അതൊരു കടമാണ്, ലോണാണ്. ഓക്കെ, നിങ്ങൾ ട്രേഡ് നടത്തുന്നു, വാങ്ങി വിൽക്കുന്നു, വിറ്റതിന് ശേഷം വരുന്ന കാശ് അവർക്ക് തിരിച്ചു കൊടുക്കണം. വിത്ത് ഇൻട്രസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ എന്ത് GST വരില്ല. അതൊരു ഇൻട്രസ്റ്റ് തന്നെയാണ്. അപ്പോൾ സോ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എക്സംപ്റ്റ് ഫ്രം GST എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സംപ്റ്റ് ഫ്രം GST. ചാർജസ് ഫോർ ലേറ്റ് പേയ്മെൻറ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ ഓൺ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അത് ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് ആണ്. ക്രെഡിറ്റ് കാർഡ് ഒരു നല്ലൊരു ഫൈനാൻഷ്യൽ ടൂളാണ്. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. സോ ക്രെഡിറ്റ് കാർഡ് ഒരു മികച്ച ഫൈനാൻഷ്യൽ ടൂളായി ഒരു സംശയവും വേണ്ട. പക്ഷേ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയണം. അത് നിങ്ങൾക്ക് പ്രോപ്പർ ഫണ്ട് റോളിങ്ങിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫൈനാൻഷ്യൽ ടൂളാണ് ക്രെഡിറ്റ് കാർഡ്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ പേയ്മെൻറ്റ് നിങ്ങൾ വൈകിക്കഴിഞ്ഞാൽ യു വിൽ എൻഡ് അപ്പ് വിത്ത് പേയിങ് ഹൈ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് എനി അതർ ലോൺ. മറ്റൊരു ക്രെഡിറ്റ് ഫെസിലിറ്റി പോലെ ഒരു സംഭവമേ അല്ല ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഹയസ്റ്റ് ഇൻ അവർ കൺട്രി. സോ അതുകൊണ്ട് തന്നെ ഈ ബ്ലേഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ലോക്കൽ ബ്ലേഡ്, പലിശ തട്ടിപ്പ്, അതേപോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഫൈനാൻഷ്യൽ വേൾഡിൽ ക്രെഡിറ്റ് കാർഡുള്ളത്. സോ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് നമ്മൾ കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് നമ്മൾ കറക്റ്റ് സമയത്ത് പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മേളിൽ ഇൻട്രസ്റ്റ്, ഡിലേഡ് പേയ്മെൻറ്റ് ചാർജ് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ അതിൻ്റെ മേളിൽ എന്തുണ്ട്? GST ഉണ്ട്. അതാണ് അതിന് ഇരട്ടി പ്രഹരമാണ് അതിനുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുക മാത്രമല്ല, അതിൻ്റെ മേളിൽ എന്തുകൂടി കൊടുക്കേണ്ടി വരും? 18%. യു വിൽ എൻഡ് അപ്പ് പേയിങ് 18% GST ഓൾസോ. സോ ഇറ്റ്സ് എ വെരി you must be very careful while dealing with the credit card. So if you have enough rolling money or you have enough source, then you could go for what credit card facilities. Otherwise നമുക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല അതിൻ്റെ മേളിൽ എന്തുകൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്, GST കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. യെസ്. മറ്റൊന്ന്
Services by an acquiring bank to any person in relation to settlement of an amount up to 2,000 in a single transaction transacted through credit card, debit card or other payment card services. ഇപ്പോൾ നമുക്കറിയാം ഡെബിറ്റ് കാർഡ് ആവട്ടെ, ക്രെഡിറ്റ് കാർഡ് ആവട്ടെ, ഡെബിറ്റ് കാർഡ് ആവട്ടെ, അതുപോലെ തന്നെ മറ്റ് പേയ്മെൻറ്റ് കാർഡ് സർവീസസ് ആവട്ടെ, ഇതിലൊക്കെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഫിസിക്കലി നമ്മുടെ കയ്യിലൊരു കാർഡുണ്ട്. ഈ കാർഡ് നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ ആ കാർഡ് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആവട്ടെ, നമ്മൾ ആ കാർഡ് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അവിടെ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് വേണ്ടി നമ്മുടെ ബാങ്ക് ആ മെർച്ചൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? കാശ് കൊടുക്കുന്നുണ്ട്. ആ സപ്ലയർ, നമ്മുടെ സപ്ലയർക്ക് നമ്മുടെ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാശ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാങ്ക് നമുക്ക് ചെയ്തിരിക്കുന്നത് ഒരു സേവനമാണ് അല്ലേ? ബാങ്ക് ഒരു സർവീസാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? ചാർജ് ഈടാക്കാറുണ്ട്. പലപ്പോഴും സർവീസ് ഫ്രീ ആണ്. കാരണം ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ അത്തരം ബാങ്ക് നമുക്ക് വേണ്ടി പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ബാങ്ക് അങ്ങനെ ചാർജ് ഈടാക്കാറില്ല. ഇനി ചാർജ് ഈടാക്കിയാൽ അതിൻ്റെ മേളിൽ GST ഉണ്ടോ? ഇതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം, ബാങ്ക് ഇപ്പം നൽകിയിരിക്കുന്ന പേയ്മെൻറ്റ് ഒരു സിംഗിൾ ട്രാൻസാക്ഷന് 2,000 റുപ്പീസോ അതിന് താഴെയാണെങ്കിൽ അതിൻ്റെ ചാർജിൻ്റെ മേളിൽ എന്ത് വരില്ല? GST വരില്ല. പക്ഷേ ബാങ്ക് ഇപ്പം നടത്തിയ പേയ്മെൻറ്റ് മോർ ദാൻ 2,000 ആണ്. നിങ്ങൾ നടത്തിയ ട്രാൻസാക്ഷനും ബാങ്ക് നടത്തിയ പേയ്മെൻറ്റ് മോർ ദാൻ 2,000 ആണെങ്കിൽ അവിടെ ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിൻ്റെ മേളിൽ എന്ത് വരും? GST വരും. 2,000 റുപ്പീസിന് താഴെയുള്ള പേയ്മെൻറ്റാണ് ബാങ്ക് നമുക്ക് വേണ്ടി നടത്തിയതെങ്കിൽ അതിൻ്റെ ചാർജിൻ്റെ മേളിൽ, ആ പേയ്മെൻറ്റ് നടത്തിയതിന് ബാങ്ക് നമ്മളിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ചാർജ് ഈടാക്കുമായിരിക്കാം. ആ ചാർജിൻ്റെ മേളിൽ എന്ത് വരില്ല? GST വരില്ല. ബിക്കോസ് സിംഗിൾ ട്രാൻസാക്ഷൻ പേയ്മെൻറ്റ് ഈസ് 2,000 ഓർ ലെസ്. ഇവിടെ ഈ അക്വയറിംഗ് ബാങ്ക് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന നമ്മുടെ ബാങ്കിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? means a banking company or a financial institutions including non-banking financial company or any other person who makes the payment to any person who accepts such a card. നമ്മുടെ കാർഡ് അക്സെപ്റ്റ് ചെയ്ത വ്യക്തിക്ക് നമുക്ക് വേണ്ടി പേയ്മെൻറ്റ് കൊടുക്കുന്ന നമ്മുടെ ബാങ്കിനെയാണ് ഇവിടെ അക്വയറിംഗ് ബാങ്ക് എന്ന് പറയും. യെസ്, ഈ വാക്ക് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെൻറ്റർ, IFSC, ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെൻറ്റർ, നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഒരു സംഭവമാണ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ്. ഇന്ത്യയിൽ അത് ഒരിടത്താണുള്ളത്, ഗുജറാത്തിൽ അഹമ്മദാബാദിലാണ്. ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ടെക് സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര്. അവിടെ പ്രവർത്തിക്കുന്ന സർവീസസ്, അവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ, ആ ഏരിയയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നിന്ന് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്ക്, നോൺ റെസിഡൻസിന് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഫൈനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുവാനായിട്ട്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് സർവീസുകളാവട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ, അതിനകത്തുണ്ട് സ്റ്റോക്ക് മാർക്കറ്റുണ്ട്. ഈ IFSCക്ക് അകത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്കകത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന 2 സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, BSE, NSE. ഇതിന് പുറമെ ഈ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെൻറ്ററിനകത്തും സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഇന്ത്യക്കാർക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ IFSC വഴി എന്ത് ചെയ്യാൻ പറ്റും? സാധിക്കും എന്നുള്ളതാണ്. IFSCയിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും? സാധിക്കുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ പറയുന്നത് സർവീസസ് ബൈ ആൻ intermediary of financial service located in multi-services with the international financial service status to a customer located outside India. ഇന്ത്യക്ക് പുറത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ IFSCയിൽ നിന്നുകൊണ്ട് ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺസിഡറേഷൻ മേടിക്കുന്നത് എങ്ങനെയാണ്? ഫോറിൻ കറൻസിയിലാണ്. ഇൻ കറൻസീസ് അതർ ദാൻ ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ that shall be considered as an exempted service. Next one, സർവീസസ് പ്രൊവൈഡഡ് ബൈ ബാങ്കിങ് കമ്പനി. നമ്മുടെ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്? ടു, യെസ്, ഇതൊരു സപ്ലയർ സ്പെസിഫിക്, റെസിപ്പിയൻ സ്പെസിഫിക് എക്സംഷനാണ്. ഇത് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് BSBD അക്കൗണ്ട് ഹോൾഡേഴ്സ് അണ്ടർ പ്രധാനമന്ത്രി ജൻധൻ യോജന. സോ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇതൊരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം SB അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന SB അക്കൗണ്ട് ഹോൾഡേഴ്സിന് ബാങ്കുകൾ, നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സകലമാന സേവനങ്ങളും സർവീസസ് പ്രൊവൈഡഡ് ബൈ ബാങ്കിങ് കമ്പനി. SBIയിൽ എന്താണ്? പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം ബാങ്ക് അക്കൗണ്ട്, SB അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന SB അക്കൗണ്ട് ഹോൾഡേഴ്സിന് ആ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, ഇപ്പോൾ അവർക്ക് ഡെബിറ്റ് കാർഡ് കൊടുക്കും, ചെക്ക് ബുക്ക് കൊടുക്കും,
ഓക്കെ, അക്കൗണ്ട് ഓപ്പണിങ്, ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ചാർജസ് ഒക്കെ ഇവരുടെ ഈടാക്കും. പക്ഷേ ആ ചാർജസിൻ്റെ മേളിലൊന്നും തന്നെ എന്ത് വരില്ല, GST വരില്ല. അതാണ് പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം. Then 36. Services by the following person in respective capacity. Business facilitator or a business correspondent to a banking company with respect to its account in its rural area branches. ഈ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്, ബാങ്കുകൾ പാർട്ട്നേഴ്സിനെ സ്വീകരിക്കാറുണ്ട്. ലൈക്ക് ബാങ്കുകൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല സ്ഥാപനങ്ങളുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാറുണ്ട്. അതായത് ആ പാർട്ട്നേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ബിസിനസ് ഫെസിലിറ്റേറ്റർ ഓർ ബിസിനസ് കറസ്പോണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അക്ഷയ കേന്ദ്രങ്ങളില്ലേ, ഇപ്പോൾ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരെ ബാങ്കിൽ തന്നെ പോകണമെന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഈ അക്ഷയ സെൻറ്റർ പോലുള്ള സ്ഥാപനങ്ങൾ വഴി. അതുപോലെ തന്നെ കോമൺ സർവീസ് സെൻറ്ററുകൾ എന്ന് പറയും, CSC എന്നൊക്കെ പറയും. ഇത്തരം സെൻറ്റേഴ്സ് വഴി നിങ്ങൾക്ക് ബാങ്കിങ് സർവീസ് കിട്ടും. നിങ്ങൾക്കൊരു ബാങ്കിൽ നിന്ന് കിട്ടുന്ന സർവീസ് നിങ്ങളുടെ വീടിനടുത്തുള്ള അക്ഷയ സെൻറ്റർ വഴിയോ ഈ പറയുന്ന കോമൺ സർവീസ് സെൻറ്റർ വഴിയോ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം, പൈസ പിൻവലിക്കാം. ലിമിറ്റുണ്ട്. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഒരുപക്ഷെ നിങ്ങൾക്ക് ഫുള്ള് പിൻവലിക്കാൻ പറ്റും. പക്ഷേ ഈ കോമൺ സർവീസ് സെൻറ്ററുകൾ വഴി പോയി കഴിഞ്ഞാൽ മുഴുവൻ പിൻവലിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ ലിമിറ്റുണ്ട്. ഇത്ര രൂപ വരെ അവർക്ക് തരാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ട്. സോ അത്യാവശ്യമാണ്. ബാങ്ക് ഒരുപാട് ദൂരെയാണ്, തൊട്ടടുത്ത് കോമൺ സർവീസ് സെൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇവരെയൊക്കെയാണ് നമ്മൾ പറയുന്നത് ബാങ്കിൻ്റെ ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സ് ഓർ ബിസിനസ് കറസ്പോണ്ടൻറ്റ്. നമുക്ക് ജനറൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാങ്കിൻ്റെ പാർട്ട്നേഴ്സാണ് ഇവർ. സോ ഇത്തരം പാർട്ട്നേഴ്സ് ബാങ്കിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, അതിന് ബാങ്ക് അവർക്ക് കമ്മീഷൻ കൊടുക്കും, ചുമ്മാതല്ല. ഓക്കെ, അതിൻ്റെ മേളിൽ GST വരുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ബാങ്കിൻ്റെ റൂറൽ ഏരിയയിലുള്ള ബ്രാഞ്ചുകൾക്കാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇത്തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റൂറൽ ഏരിയയിലെ ബ്രാഞ്ചുകളിലുള്ള അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസുകളാണ് ഈ ബിസിനസ് ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആയിരിക്കും, ഒരു സംശയവും വേണ്ട, അത് എക്സംപ്റ്റഡ് തന്നെയാണ്. Then any person as an intermediary to a business facilitator or business correspondent with respect to service mentioned in entry A. അതായത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാങ്കിന് നമ്മുടെ SBIക്ക് ഒരു ബിസിനസ് ഫെസിലിറ്റേറ്റർ ഉണ്ട്. ആ ബിസിനസ് ഫെസിലിറ്റേറ്ററിൻ്റെ ഏജൻറ്റ്, ആ ബിസിനസ് ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻറ്റിൻ്റെ ഇൻ്റർമീഡിയറി. ഇപ്പോൾ SBI ബിസിനസ് ഫെസിലിറ്റേറ്ററുടെ സഹായം ചോദിച്ചു, ബിസിനസ് ഫെസിലിറ്റേറ്റർ SBIക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ഫെസിലിറ്റേറ്റർ വേറൊരാളുമായിട്ട് കരാറിൽ ഏർപ്പെടും, വേറൊരാളുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. അതാണ് ഇൻ്റർമീഡിയറി. അതായത് ഈ ബിസിനസ് ഫെസിലിറ്റേറ്ററിനും ബാങ്കിനും ഇടനിലക്കാരനായി നിൽക്കുന്ന വ്യക്തി ഇൻ്റർമീഡിയറി. ആ ഇൻ്റർമീഡിയറി ബാങ്കിനല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, പകരം ബിസിനസ് ഫെസിലിറ്റേറ്റർക്കാണ്. അപ്പോൾ ആ ബിസിനസ് ഫെസിലിറ്റേറ്റർക്ക് അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻറ്റിന് എന്ത് ചെയ്യണം, ഇൻ്റർമീഡിയറി പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ പൂർണ്ണമായും എക്സംപ്റ്റഡ് ആയിരിക്കും. ഇതേപോലെ ബാങ്കുകൾ മാത്രമല്ല, ഇൻഷുറൻസ് കമ്പനികളും ബിസിനസ് ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻറ്റിൻ്റെ സഹായം തേടാറുണ്ട് റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതും ഈ പറഞ്ഞതുപോലെ എന്ത് തന്നെയാണ്, എക്സംപ്റ്റഡ് തന്നെയാണ്. സോ അതൊക്കെയാണ് ഈ ഒരു 3 പോയിന്റ്. ബിസിനസ് ഫെസിലിറ്റേറ്റർ ഓർ ബിസിനസ് കറസ്പോണ്ടൻറ്റ് ടു ആൻ ഇൻഷുറൻസ് കമ്പനി ലൊക്കേറ്റഡ് ഇൻ റൂറൽ ഏരിയ. ലൊക്കേറ്റഡ് എന്നല്ല, ഇൻ എ റൂറൽ ഏരിയ. സോ ദാറ്റ് ഇസ് എ പോയിന്റ്. ഇനി ഒരു CBISയുടെ ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട്. അതൊരു സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ലോൺ എമൗണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് ലോൺ കൊടുത്തു, ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റും കിട്ടണം. പക്ഷേ ലോൺ കൊടുത്തു, ലോണിൻ്റെ പ്രിൻസിപ്പളും അടച്ചിട്ടില്ല, ഇൻട്രസ്റ്റും അടച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ പീനൽ ഇൻട്രസ്റ്റ്, ഒരു ഡിലേഡ് പേയ്മെൻറ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ട്രാ തുക അവരുടെ നിന്ന് മേടിക്കും. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ മേളിൽ GST ഇല്ല, ആ എക്സ്ട്രാ മേടിച്ച് ഡിലേഡ് പേയ്മെൻറ്റിൻ്റെ മേളിൽ GST ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം, ഈ ഡിലേഡ് പേയ്മെൻറ്റിൻ്റെ മേളിൽ നിങ്ങൾ സാധാരണ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ സപ്ലൈ ചെയ്തു, അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ ക്രെഡിറ്റിനാണ് നമ്മൾ വിറ്റത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, ആ ക്രെഡിറ്റ് പീരീഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ട തുകയോടൊപ്പം നമ്മളൊരു സംതിങ് എക്സ്ട്രാ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻട്രസ്റ്റ് എന്നോ പെനാൽറ്റി എന്നോ ലേറ്റ് ഫീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളക്ട് ചെയ്യുന്ന ആ എക്സ്ട്രാ തുകയുടെ മേളിൽ GST വരുമോ, ആ എക്സ്ട്രാ തുക വാല്യൂ സപ്ലൈയുടെ ഭാഗമാകുമോ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ 15 സബ്സെക്ഷൻ 2 ക്ലോസ് E അത് നമ്മളത് കണ്ടതാണ്. അവിടെ നമ്മൾ പറഞ്ഞു യെസ്, അത് വാല്യൂ സപ്ലൈയുടെ ഭാഗം തന്നെയാണ്.
അത് വാല്യൂവിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കടം കൊടുത്തു, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടണം. ഇൻട്രസ്റ്റ് കിട്ടാൻ വൈകുമ്പോൾ നമ്മൾ പീനൽ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നു. ഈ പീനൽ ഇൻട്രസ്റ്റിൻ്റെ മേളിൽ GST വരുമോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം പീനൽ ഇൻട്രസ്റ്റും ഇറ്റ്സ് സിമിലർ ടു ദാറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതിൻ്റെ മേളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, GST കളക്ട് ചെയ്യേണ്ട. പീനൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് അത് എന്താണ്, നിങ്ങൾ ലോണിൻ്റെ മേളിലുള്ള ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് അതിൻ്റെ മേളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ CBIS തന്നെ ഇവിടെ 2 ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. 2 വ്യത്യസ്തമായ ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഇല്ലസ്ട്രേഷൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ മൊബൈൽ ഫോൺ വിൽക്കുകയാണ്. ഇപ്പോൾ X എന്ന് പറയുന്ന ഒരാൾ Y എന്ന് പറയുന്ന ഒരാൾക്ക് മൊബൈൽ ഫോൺ വിറ്റു. മൊബൈൽ ഫോണിൻ്റെ വില 40,000. സോ ഇയാൾ വിറ്റിരിക്കുന്ന മൊബൈൽ ഫോണാണ്, 40,000 രൂപയുടെ മൊബൈൽ ഫോൺ വിറ്റിരിക്കുകയാണ്. കടത്തിനാണ് വിറ്റത്. എന്നിട്ട് പറഞ്ഞു നീ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തിരിച്ചടച്ചാൽ മതി. അപ്പോൾ ഇവൻ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 11,000 രൂപയാണ്. അങ്ങനെ 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാൻ പറഞ്ഞു. സോ 11,000 × 4 നീ തിരിച്ചടയ്ക്കുമ്പോഴത്തേക്ക് എത്ര അടയ്ക്കേണ്ടി വരും, 44,000 രൂപയായിട്ട് തിരിച്ചടയ്ക്കണം. ഓക്കെ. പക്ഷേ നീ ഈ 44,000 ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നീ വൈകി കഴിഞ്ഞാൽ നീ ഒരു 500 രൂപ എക്സ്ട്രാ അടയ്ക്കണം. ഒരു ഇൻസ്റ്റാൾമെൻറ്റെങ്കിലും വൈകിയാൽ നീ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും നീ എക്സ്ട്രാ 500 രൂപ കൂടി എന്ത് ചെയ്യേണ്ടി വരും, പെർ മന്ത് നീ 500 രൂപ നീ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ Y എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, ഈ പിഴവ് വരുത്തി. സോ ഇവന് ഈ 11,000-ന് പുറമെ ഇവനൊരു 500 രൂപ കൂടി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ 500 രൂപയുടെ മേളിൽ GST വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം, ഇവിടെ ശരിക്കും X എന്ന് പറയുന്ന ആൾ Yക്ക് ലോണ് കൊടുക്കുകയായിരുന്നോ ഗുഡ്സ് വിൽക്കുകയായിരുന്നോ, ഇത് നമ്മൾ നോക്കിയാൽ മതി. ഇവൻ ഇവിടെ മൊബൈൽ ഫോൺ വിൽക്കുകയാണോ ചെയ്തത് അതോ കടം കൊടുക്കുകയാണോ ചെയ്തത്, പൈസ കടം കൊടുക്കുകയാണ്. ഇവിടെ ശരിക്കും അവൻ സപ്ലൈ ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഗുഡ്സ് അല്ലേ, അല്ലാതെ ഇവിടെ എക്സ്റ്റെൻഡിങ് ലോൺ അല്ലെങ്കിൽ ലോൺ കൊടുത്ത സർവീസാണോ ഇവിടെ ചെയ്തിരിക്കുന്നത്? ഇല്ല. കടം കൊടുക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ലോൺ കൊടുക്കുന്നത് പോലെയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ശരിക്കും ലോൺ കൊടുക്കുകയായിരുന്നില്ല. ഡയറക്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഇവനിവിടെ ഗുഡ്സാണ് വിറ്റത്. അപ്പോൾ ആ ഗുഡ്സിൻ്റെ കാശ് കറക്റ്റ് സമയത്ത് കിട്ടാതിരുന്നാൽ എക്സ്ട്രാ മേടിക്കുന്ന തുകയുടെ മേളിൽ GST വരണം. ഇത് നമ്മൾ വാല്യൂ സപ്ലൈയുടെ ഭാഗമാണ്. ഇത് നമ്മൾ 15(2)(d)-ക്കകത്ത് കണ്ടിട്ടുള്ളതാണ്. സോ 15(2)(d)-ക്കകത്ത് അത് കാണുന്നത് കൊണ്ട് തന്നെ അത് ഉറപ്പായിട്ടും വാല്യൂവിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. നോക്കൂ, ഇൻ ദിസ് കേസ് amount of penal interest is to be included in the value supply under section 15(2)(d). So accordingly penal interest would be taxable as it would be included in the value of the mobile irrespective of the manner of invoicing. അപ്പോൾ നമ്മളത് വാല്യൂവിനകത്ത് ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. ഇനി രണ്ടാമതൊരു ഇല്ലസ്ട്രേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്, അതായത് ഇവിടെ X Yക്ക് മൊബൈൽ ഫോൺ വിൽക്കുക അല്ല ചെയ്തത്, പകരം ലോണാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അല്ല, ഇവിടെ ഇപ്പോൾ വേറൊരു സംഭവം, ഇപ്പോൾ X സെൽസ് എ മൊബൈൽ ഫോൺ ടു Y. X മൊബൈൽ ഫോൺ വിറ്റു, 40,000 രൂപയ്ക്കുള്ള മൊബൈൽ ഫോൺ അവിടെ X വിറ്റു. പക്ഷേ X ഇവിടെ കടം കൊടുത്തതൊന്നുമല്ല, Yക്ക് കാശിന് തന്നെയാണ് വിറ്റത്. പക്ഷേ Yയുടെ കയ്യിൽ കാശില്ല. അപ്പോൾ Y എന്ത് ചെയ്തു, ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് അവർ 40,000 രൂപ 2.5% പലിശയ്ക്ക് പെർ മന്ത് പലിശയ്ക്ക് എന്ത് ചെയ്തു, ലോൺ എടുത്തിട്ടാണ് അത് Xന് കൊടുത്തത്. സോ ഈ 40,000 രൂപ Y Xന് നൽകി. ഓക്കെ. അപ്പോൾ Xും Yയും തമ്മിലുള്ള ട്രാൻസാക്ഷൻ അവിടെ കഴിഞ്ഞു. ഇനി അവിടെ ആര് തമ്മിലുള്ള ഇടപാട് ബാക്കിയുണ്ട്, Yയും ABC ലിമിറ്റഡ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ അവിടെ പെൻഡിങ് നിൽക്കുകയാണ്. അത് കറക്റ്റ് സമയത്ത് ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പീനൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചോദ്യം, ആ പീനൽ ഇൻട്രസ്റ്റിൻ്റെ മേളിൽ GST വരുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. യെസ്. Here additional or penal interest is charged for transaction between Y and ABC Limited, and the same is getting covered under exemption entry number 27. So here additional penal interest is charged for a transaction between Y and ABC Limited, same is getting covered under exemption 27. Consequently, in this case, penal interest charged on a transaction between Y and Messrs ABC would not be subject to GST, as the same would be covered under the said exemption entry. അപ്പോൾ അതിൻ്റെ മേളിൽ എക്സംഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഇൻട്രസ്റ്റ് പോലെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ മേളിൽ എന്ത് വരും, ഇൻട്രസ്റ്റ് പോലെ തന്നെയാണ്. സോ അതിൻ്റെ മേളിൽ നമുക്ക് എക്സംഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നോ GST വുഡ് ബി ലെവീഡ്. സോ അതാണ് പോയിട്ട്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ ABC ലിമിറ്റഡ്
ഈ ലോൺ കൊടുക്കുന്നതും ഈ 40,000 ലോൺ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവീസ് ചാർജ്, ആ ഫീസ്, ഈ ഫീസ്, ലോൺ പ്രോസസ്സിംഗ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചാർജസ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ എന്ത് വരും? GST വരും. അത് ഇൻട്രസ്റ്റ് അല്ലല്ലോ, അതിൻ്റെ മേളിൽ എന്തായിരുന്നാലും GST വരും. ഇറ്റ് ഡസ് നോട്ട് ക്വാളിഫൈ ടു ബി ഇൻട്രസ്റ്റ് ആസ് ഡിഫൈൻഡ് അണ്ടർ എക്സംഷൻ നോട്ടിഫിക്കേഷൻ അക്കോർഡിംഗ്ലി വിൽ നോട്ട് ബി എക്സംപ്റ്റഡ്. കാരണം എനി സർവീസ് ഫ്രീ ഓർ ചാർജ് ഓർ എനി അതർ ചാർജ് ഇഫ് എനി ആർ ലെവീഡ് ബൈ ABC ലിമിറ്റഡ്. അത് പിന്നെ ഇപ്പോൾ എക്സ് വൈക്ക് വിറ്റിരിക്കുന്ന 40,000 രൂപയുടെ ഗുഡ്സ്, അവിടെ എക്സും വൈയും തമ്മിലുള്ള ഇടപാട് കഴിഞ്ഞു. ആ 40,000-ന് മേളിൽ എന്തായാലും GST ഉണ്ട്. അത് ആ മൊബൈൽ ഫോൺ വിറ്റതിൻ്റെ കേസാണ്, അതിന് GST ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. സോ അതാണ് ആ ഒരു പോയിൻ്റ്, ആ ക്ലാരിഫിക്കേഷൻ. സോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ലോൺ എടുത്തു, ലോണിൻ്റെ ഇൻട്രസ്റ്റ്, നമ്മളിപ്പോൾ ലോൺ കൊടുത്തു, ലോണിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ മേളിൽ GST വരുമോ എന്ന് ചോദിച്ചാൽ വരില്ല. ലോണിൻ്റെ ഇൻട്രസ്റ്റിനും GST വരില്ല. ആ ലോണ് കറക്റ്റ് സമയത്ത് അടയ്ക്കാതിരിക്കുന്നത് കൊണ്ടുള്ള പീനൽ ഇൻട്രസ്റ്റിൻ്റെ മേളിൽ എന്ത് വരില്ല? GST വരില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ.